പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുകയും ദൈവം നമ്മളെ സകല കാര്യത്തിലും അത്ഭുതത്തിന്റെ സാക്ഷ്യമാക്കി മാറ്റുകയും ചെയ്യുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമുക്കിന്ന് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം എല്ലാ മേഖലയിലും നമ്മളെ സാക്ഷ്യമാക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമുക്ക് വേണ്ടി തന്റെ വലിയ പ്രവർത്തികളെ ചെയ്ത് നമ്മളെ സകലത്തിലും അത്ഭുതങ്ങളുടെ സാക്ഷ്യമാക്കി സ്വർഗം നമ്മളെ മാറ്റും. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ കൂടെയുണ്ട്. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുകയും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു വരികയും ചെയ്യുന്നു. നമുക്കൊന്ന് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ബ്രദറിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. വലിയ പ്രവൃത്തികളാൽ ദൈവം നമ്മളെ സൂക്ഷിക്കുമാറാകട്ടെ. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം കേട്ടുവരുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ ഇന്ന് അനുഗ്രഹമാക്കി വരുന്നല്ലോ. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. പുനരുദ്ധാനത്തിന്റെ ശക്തി ആഘോഷമാണ്. വാതിലിലൂടെ പ്രവേശിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു കർത്താവിന്റെ ഉയർപ്പിന്റെ ശക്തി. തുടർച്ചയായിട്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ഉയർപ്പിന്റെ ശക്തിയെപ്പറ്റി ധ്യാനിച്ചു വന്നു. ലോകമെമ്പാടും ഉയർപ്പിന്റെ ദിവസത്തെ ആഘോഷിക്കുമ്പോൾ എല്ലാ ദിവസവും അത് അനുഭവിക്കുവാനാണ് സ്വർഗം തന്റെ വിശ്വാസികളെ ആക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി പറയാം. ദൈവസന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കാം. സ്വർഗം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ എല്ലാ മേഖലയിലും അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കിന്ന് പറയാനുണ്ട് നിങ്ങളോട്. നിങ്ങൾക്ക് ഞാൻ ഒരു നിമിഷം
ഞാൻ നമ്മുടെ ലൈവിൽ ഈ സമയങ്ങളിൽ ഓഡിയോ ഒന്ന് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കുറച്ച് കാര്യങ്ങൾ സൂമിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈവിൽ കാണുന്നവർ ഓഡിയോ കട്ടായതല്ല, ജസ്റ്റ് ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പ്രകാരമാണ് ഈ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രാർത്ഥന നമ്മൾ സൂമിൽ ആരംഭിക്കുന്ന സമയത്ത് ചുരുക്കം 3-4 പേരിൽ തുടങ്ങിയ ഒരു പ്രാർത്ഥനയാണിത്. കർത്താവ് ഇന്ന് നമുക്ക് സൂമിലും യൂട്യൂബിലും ആയിരങ്ങൾ കാണുന്ന രീതിയിൽ ദൈവം അതിനെ നിറച്ചു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കഴിവോ നിങ്ങളുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ ഒന്നുമല്ല, ദൈവമാണ് ഇത് ചെയ്യുന്നത്. പല ആൾക്കാരും ചോദിക്കും, കുറേ സഭകളിൽ ലിസ്റ്റിട്ട് ചിലർ ചോദിക്കും, ബ്രദർ ഇന്ന സഭയാണോ, ഏത് സഭയാണോ, ആ സഭയാണോ, ഈ സഭയാണോ, ഏത് ഗ്രൂപ്പാണ്, ഇന്ന ഗ്രൂപ്പാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വചനം കേട്ടിട്ട് ബൈബിളിൽ അങ്ങനെ തന്നെ എന്ന് പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഹൃദയത്തിലൊരു പ്രേരണ ഉണ്ടെങ്കിൽ മാത്രം എനിക്കൊരു എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ബോധ്യപ്പെടുത്തി ഞാൻ ഇന്ന സഭക്കാരനാണ്, ഇന്നയാളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു സഭയുടെ അംഗമല്ല, സുവിശേഷമാണ് എൻ്റെ ലക്ഷ്യം. സുവിശേഷമാണ്. ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്, മരണത്തിൻ്റെ വക്കിലേക്ക് മടങ്ങി വന്നത് ഒരു സഭയും സഹായിച്ചിട്ടല്ല, യേശുക്രിസ്തുവിൻ്റെ വചനത്താലാണ്. അപ്പം സഭകളൊക്കെ ഞാൻ എതിരാന്നല്ല, ഒരു സഭയെ ഞാൻ കുറ്റം പറയുമല്ല, പക്ഷെ സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. നമ്മുടെ ഇടയിൽ കർത്താവ് അനേകരെ സ്പർശിക്കുന്നു, തകർന്ന ഭവനങ്ങളെ ദൈവം തൊടുന്നു, രോഗത്തിൽ ഇന്നും ഞാൻ കുറച്ച് സാക്ഷ്യം നിങ്ങളെ ഇന്ന് കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ ദൈവം അവരോട് ഇടപെട്ട, ദൈവം അവരെ വിടിവിച്ച, അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കുമ്പോൾ ദൈവം നമ്മുടെ നാവിനെ ഉപയോഗിച്ചു. അത് വലിയൊരു ഭാഗ്യമായിട്ടും വലിയൊരു അനുഗ്രഹമായിട്ടും കാണുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് ഹൃദയത്തിൽ എന്തെങ്കിലും ഈ പ്രാർത്ഥനയിൽ കൂടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു നിർബന്ധവുമില്ല, നിങ്ങൾക്ക് ഇതിന്ന് ലെഫ്റ്റ് ആകാം, നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയിൽ കൂടാതിരിക്കാം. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ, ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു പൊടിക്കൈയും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാനോ നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒന്നും ഞാൻ ചെയ്യത്തില്ല. ഞാൻ നിങ്ങളുടെ പുറകെ വരത്തുമില്ല. കാരണം എനിക്കൊരു കാര്യം ഉറപ്പാണ്, ദൈവഹിതമുള്ളതെല്ലാം നിൽക്കും, അല്ലാത്തതെല്ലാം മാറിപ്പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എനിക്ക് ആരെയും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ചിന്തിക്കുവാണ്, ഞാൻ ഇന്ന് തോമസ് ബ്രദറിനെ വിശ്വാസത്തിൽ ഞാൻ നിർത്തും, നടക്കത്തില്ല. ദൈവം നിർത്തിയില്ലെങ്കിൽ എനിക്ക് ആരെയും നിർത്താൻ കഴിയത്തില്ല. ഞാൻ തോമസ് ബ്രദർ ഉദാഹരണമാണ്. എനിക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ എപ്പോഴും പറയുന്ന പേരുകളാണല്ലോ. ഞാൻ വർഗീസ് ബ്രദറിനെയോ, അജിത സിസ്റ്ററിനെയോ, തോമസ് ബ്രദറിനെയോ, അല്ലെങ്കിൽ ഗിവറീസ് ബ്രദറിനെയോ, ഇവരെ ആരെയും, മനോജ് ബ്രദറിനെ എനിക്ക് ആരെയും പിടിച്ചു നിർത്താം, എനിക്ക് വായി വന്ന പേരുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഉദാഹരണമായിട്ട് പറയാം, എനിക്കോ നിങ്ങൾക്കോ ആരെയും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ദൈവം നിർത്തിയില്ലെങ്കിൽ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസവും ഈ സൂമിൽ ഞാൻ വലിയ സന്തോഷത്തോടെ കാണും. ഓരോ ദിവസവും പോലും മുടങ്ങാതെ, യൂട്യൂബിൽ സൂമിൽ ഇല്ലെങ്കിൽ പോലും ഒരു ദിവസവും കൂടെ കർത്താവ് യൂട്യൂബിലെങ്കിലും എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു വചനം ഇടാൻ കർത്താവ് സഹായിച്ചു. ഞാനും പറഞ്ഞല്ലോ, ഞാനും കടന്നു പോകുന്ന പലവിധമാകുന്ന നമുക്ക് മാനസികമായിട്ടുള്ള അവസ്ഥകളുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ബ്രദർ ഹാപ്പിയല്ല. ചില സമയങ്ങളിൽ നമുക്ക് മനുഷ്യനാണ്, വേരിയേഷനുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ എല്ലാ വികാരങ്ങളിലൂടെയും കടന്നു പോകുന്ന ആൾക്കാരാണ് സുവിശേഷകരും. അപ്പൊ പലവിധമാകുന്ന മനസ്സിൻ്റെ അകത്ത് നമുക്ക് ചോദ്യങ്ങളും നമുക്ക് കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും ദൈവം എല്ലാ ദിവസവും ഈ സുവിശേഷം ഒരുമിച്ച് കൂടുവാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവാണ് നടത്തുന്നത്. നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. എല്ലാ ദിവസവും വചനം പറയുവാൻ, നിങ്ങളോട് വചനം പറയുവാൻ, നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നത് വലിയ കാര്യം. എനിക്ക് തോന്നുന്നത് അത് വലിയൊരു അനുഗ്രഹ കാര്യം. എല്ലാ ദൈവദാസന്മാരും ആഴ്ചയിൽ 1, മാസത്തിൽ 1, ആഴ്ചയിൽ 2 ദിവസങ്ങളിലൊക്കെയാണ് കൂടുതൽ ശുശ്രൂഷിക്കുന്നത്. ദൈവത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുകയാണ്. എല്ലാ ദിവസവും നിങ്ങളോട് വചനം പറയുവാൻ, എല്ലാ ദിവസവും അതിന് വചനം മെഡിറ്റേറ്റ് ചെയ്യുവാൻ, എല്ലാ ദിവസവും അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുവാൻ, എല്ലാ ദിവസവും അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് സഹായിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളത്തിൽ അനേക തകർന്നവരെ യേശുവിലേക്ക് വരണം. എത്രയോ കുടുംബങ്ങൾ തകർന്ന അവസ്ഥയിലൂടെ പോകണം. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദർശനം അതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ചേരാത്ത വരുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പം ഇങ്ങനെയുള്ള മെസ്സേജുകൾ അയക്കുന്നവർ, എനിക്ക് വ്യക്തിപരമായിട്ട് അയക്കുന്നവർ, ഞാൻ സൂമിലും ലൈവിലും ഒക്കെ പറയുവാണ്, നിങ്ങൾക്ക് മനസ്സിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മളുമായിട്ട് ചേരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലായിരിക്കും, നമ്മളുമായിട്ട് ഒത്തുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു കൂട്ടായ്മ ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്ട്രഗിൾ ചെയ്ത് നിൽക്കേണ്ട.
അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ ആരും ഈ സഭകളുടെ ലിസ്റ്റ് ഇട്ടിട്ട് ബ്രദർ ഏത് സഭയാണ്, എന്ത് സഭയാണ്, എത്ര സഭയാണ്, ഇങ്ങനെ ഈ സഭയിലാണോ ആ സഭയിലാണോ, നിങ്ങൾക്ക് ഈ വചനം കേട്ടിട്ട് ഹൃദയത്തിന്റെ അകത്ത് മുന്നോട്ട് കേൾക്കുവാൻ താല്പര്യം നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് നിൽക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കൂട്ടായ്മയായിട്ട് അല്ലെങ്കിൽ ഈ വചനവുമായിട്ട് കൂട്ടായ്മയായിട്ട് ചിലപ്പോൾ നിങ്ങളെ ദൈവം ആക്കി വെക്കുവാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണ്ട, സ്ട്രഗിൾ ചെയ്ത് നിൽക്കേണ്ട. ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞ പോലെ തന്നെ മറ്റൊന്നിലേക്ക് നിങ്ങൾ മാറിപ്പോവുക, ദൈവം ആഗ്രഹിച്ചതിലേക്ക് പോവുക. അല്ല, നിങ്ങൾക്ക് ഈ വചന കൂട്ടായ്മ എനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നു ബ്രദറെ. ബ്രദർ ഏത് സഭയാണെന്നോ ആരാന്നോ എന്താണെന്ന് എനിക്കറിയണ്ട, പക്ഷെ എനിക്ക് യേശുവിനെ അറിയാൻ പറ്റുന്നുണ്ട്, എനിക്ക് കർത്താവിലേക്ക് വരുവാൻ കഴിയുന്നുണ്ട്, എനിക്ക് ദൈവസ്നേഹത്തിൽ കൂടുതൽ ബലപ്പെടുവാൻ കഴിയുന്നുണ്ട്, എനിക്ക് ബ്രദറിലേക്ക് അടുക്കാനല്ല തോന്നുന്നത്, യേശുവിലേക്ക് കൂടുതൽ അടുക്കുവാനും ദൈവത്തെ കൂടുതൽ അറിയുവാനും എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളെ ദൈവം ആകർഷിക്കുന്നുണ്ട്. ഞാനെന്ന വ്യക്തി വിഷയമല്ല. ചിലപ്പം ഞാൻ പറഞ്ഞല്ലോ, മുന്നോട്ട് ചിലപ്പം ഭാവിയിൽ നിങ്ങൾക്ക് ഏത് കൂട്ടായ്മയിൽ പോകണം ദൈവം തീരുമാനിക്കുന്നത്, നിങ്ങൾ എവിടെ ആക്കണം ദൈവം തീരുമാനിക്കുന്നത്. ഞാനും എല്ലാ വ്യക്തികളും ഒരു വിത്തിടുന്ന ആൾക്കാർ മാത്രമാണ്. ഞങ്ങളെല്ലാവരും, ഏത് സുവിശേഷകനും ഒരു വിത്താണ്. ബൈബിളിൽ പറഞ്ഞൊരു വാക്യമാണ്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം. അപ്പൊ ഇതെല്ലാം ചാകാനുള്ള വിത്തുകളാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് ഓരോ വിത്തുകളും വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഓരോ വ്യക്തികളുടെയും അനുഗ്രഹമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഓരോ സുവിശേഷകന്റെയും പ്രാർത്ഥനയും ഓരോ സുവിശേഷകന്റെയും വചനങ്ങളും അനേകരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമാണ്. അത് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. ഏത് പിശാചിന്റെ കോട്ടയിൽ നിന്നും നിങ്ങളെ വിടുവിക്കുവാൻ ഞാൻ മാത്രമല്ല, അതിന് ശക്തിയുണ്ട്. അതൊരു പ്രൊട്ടക്ഷനാണ്. നിങ്ങൾ പോലും അറിയത്തില്ല. ഒരു സുവിശേഷകന്റെ പ്രാർത്ഥന കവറിങ് നിങ്ങളെ പൊതിയുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തെ അത് അനുഗ്രഹമാക്കുന്നുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള എല്ലാ മെസ്സേജുകളും നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൊണ്ട് ഞാൻ ഈ ഗ്രൂപ്പ് എനിക്ക് ഗ്രൂപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യണമെന്നും എല്ലാവരുടെയും മെസ്സേജുകളൊക്കെ കാണുമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പലപ്പോഴും ഇങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ലൈവ് ഓണാക്കിയ സമയത്ത് പറഞ്ഞു വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പം സഹായിക്കട്ടെ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ അയക്കുന്ന ആൾ നല്ല ഉദ്ദേശത്തിലായിരിക്കാം, വചനമൊക്കെ പറയുന്നത് കൊണ്ടായിരിക്കാം, പക്ഷെ ഒരിക്കലും ഈ ഗ്രൂപ്പിൻ്റെയോ വ്യക്തികളുടെ പേരുകളെ ഒരിക്കലും നിങ്ങൾ മെൻഷൻ ചെയ്യരുത്. നിങ്ങൾക്കൊരാശയം ഉണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ആരോടും വിരോധമില്ല, ആരോടും ബുദ്ധിമുട്ടില്ല, ആരോടും ഇതുമില്ല. ഞാൻ പറഞ്ഞല്ലേ, നമ്മളിവിടെ കോമ്പറ്റീഷന് നിൽക്കുകയല്ല, സുവിശേഷം അറിയിക്കുക. തകർന്ന ഒരു വ്യക്തി യേശുവിലേക്ക് വരിക, തകർന്ന ഭവനങ്ങൾ യേശുവിലേക്ക് വരിക. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ അതിനായിട്ട് ഉപയോഗിക്കട്ടെ. ദൈവം അതിനായിട്ട്, ഞാൻ 1-2 സാക്ഷ്യങ്ങൾ നമ്മുടെ പ്രെയർ ലൈൻ നമ്പറുകളിലേക്ക് അയക്കപ്പെട്ട 1-2 സാക്ഷ്യങ്ങൾ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അപ്പം ഞാനത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ പിന്നെയും ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ അയച്ചു തരുന്നതും നിങ്ങൾ ഈ സാക്ഷ്യമൊക്കെ പറയുന്നതും സമയമൊക്കെ കണ്ടെത്തി നമ്മളിതെല്ലാം കേൾക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ, ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അത് വലിയ സ്ട്രഗിളായിട്ടൊന്നും ഞാൻ പറയുമല്ല, ബുദ്ധിമുട്ടായിട്ടൊന്നും ഞാൻ പറയുമല്ല. ഞാൻ പറ, ആരൊക്കെ തളർത്താൻ നോക്കിയാലും ഇത് കർത്താവ് നടത്തുന്നത് കൊണ്ട് ഇത് മുന്നോട്ട് പോകും. ദൈവം അത്ഭുതമാക്കി മാറ്റും. ഞാൻ ഈ സാക്ഷ്യം നിങ്ങളെ കേൾപ്പിക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിസീവ് ഒന്ന് പറയണേ. ദൈവനാമത്തിന് മഹത്വം. കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓഡിയോ ഓക്കെ, ശരി. എന്റെ പേര് സുജ, കോട്ടയം ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഒരു യേശു തന്ന രോഗസൗഖ്യത്തെ കുറിച്ച് സാക്ഷ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അവസാനമായി എൻ്റെ റൈറ്റ് ബ്രസ്റ്റിനുള്ളിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് ഡോക്ടറെ കണ്ട് അതിനൊരു മാമോഗ്രാം എടുക്കണമെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തില്ല.
പിന്നീട് ഞാനിങ്ങനെ മൊബൈലിൽ നോക്കിയപ്പോൾ ബ്രദറിന്റെ ഒരു യേശു അത്ഭുതം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ രോഗസൗഖ്യം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടു. അത് പ്ലേ ചെയ്തു. അതിന് ശേഷം ഞാൻ കൃത്യമായിട്ടും ബ്രദറിന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും രോഗികൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഇതിനെ കുറെ നാളുകളായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ തന്നെ എപ്പോഴും ഞാൻ പിന്നീട് ശ്രദ്ധിക്കാതെയായി. അതിനുശേഷം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് പിന്നീട് ആ പ്രശ്നം എനിക്ക് അവിടെ ഇല്ലെന്നും അതിന്റെ ഒരു ശരിക്കൊരു നോർമൽ സ്ഥിതിയിലേക്ക് എത്തിയെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഈ പ്രാർത്ഥനയിൽ കേൾക്കുമ്പോൾ വളരെ വളരെ കുറെ നാളുകളായിട്ട് ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥനകൾ യൂട്യൂബിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു നല്ലൊരു വചന സന്ദേശം, ഒരു മനുഷ്യന് സമാധാന സന്തോഷം നൽകുന്ന ഒരു ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞാനിങ്ങനെ വളരെ ബലപ്പെടുത്തുന്ന ഒത്തിരി വചനങ്ങൾ പറഞ്ഞ് നമ്മളെ ശക്തീകരിക്കുന്ന, മനസ്സിന് വളരെ സന്തോഷം തരുന്ന ആലോചനയും വചനചിന്തയൊക്കെ എനിക്ക് ഒത്തിരി നല്ലൊരു അനുഗ്രഹമായി മാറി. പക്ഷെ ഞാനിത് ഈ സംഭവത്തെ കുറിച്ച് ഇങ്ങനെ ഈ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ടൈറ്റിൽ കാണുന്നതും ശ്രദ്ധിക്കുന്നതും. അതിനു മുമ്പൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് ഞാനിത് എൻ്റെ സഹോദരിമാരോട് പറഞ്ഞു, ഇങ്ങനെ ഞാനൊരു നല്ലൊരു ദൈവ സന്ദേശം, വചന സന്ദേശം ഞാൻ കേൾക്കാറുണ്ട്, അത് നിങ്ങളും കൂടി കാണണം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ പറഞ്ഞു കൊടുത്ത് എൻ്റെ സഹോദരി അത് കാണുകയും അതിനുശേഷം അവൾ ഇന്ന് അതിനകത്ത് സൂം പ്രേയർ അറ്റൻഡ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ മാസം 11-ാം തീയതി എനിക്കൊരു എൻ്റെ പേരിൽ തന്നെ ബ്രദർ ഒരു ആലോചന പറഞ്ഞു. ഞാൻ യൂട്യൂബിലാണ് കേൾക്കാറുള്ളത്. വീട്ടിൽ എനിക്ക് ഈ പ്രയർ കേൾക്കാനുള്ള സ്വാതന്ത്ര്യം ഒന്നും എനിക്കില്ല. വളരെ ഒരു ക്രിസ്ത്യാനി കുടുംബമാണ്, കത്തോലിക്ക പശ്ചാത്തലത്തിൽ ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും ഒരു പെന്തക്കോസ് സ്റ്റൈലിലുള്ള ഒരു ആരാധനയോ ഒരു പ്രാർത്ഥനയോ ഒരു ഹല്ലേലൂയ സ്തോത്രം ഇതൊന്നും കേൾക്കുവാനോ പറയുവാനോ എൻ്റെ വീട്ടിൽ എനിക്ക് സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് വളരെ രഹസ്യമായിട്ടാണ് ഞാൻ ഈ ബൈബിൾ വചനം ശ്രദ്ധിക്കുന്നത്. വളരെ പലപ്പോഴും എനിക്കത് ഓപ്പണായിട്ട് കേൾക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും കഴിയുന്നില്ല. അത് അങ്ങനെ ഇരിക്കെ ഞാനിത് എൻ്റെ സഹോദരിയോട് പറഞ്ഞു, അവളത് കേൾക്കണ്ട. എന്നിട്ട് ഈ മാസം 11-ന് ബ്രദറിന്റെ ഒരു ആലോചന എൻ്റെ പേര് ചൊല്ലി പറഞ്ഞു. സുജി എന്ന് പറഞ്ഞ ഒരാളും ചേട്ടത്തിയുടെ മകനെന്നും പറഞ്ഞ് അത് ഒരു കണക്ഷൻ ഉണ്ടെന്നും പറഞ്ഞ ഒരു ആലോചന എന്നോട് പറഞ്ഞു. ഞാൻ ആലോചന കേട്ട് അവൾ എന്നോട് പിറ്റേ ദിവസം തന്നെ പറഞ്ഞു. ഞാനും അത് കേട്ട് ഞാൻ ആലോചന അത് യേശുവിന്റെ നാമത്തിൽ സ്വീകരിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിനെ എന്നെ കുറിച്ച് പറയാൻ ഒത്തിരി പറയാനുണ്ട്. സിസ്റ്റർ പറഞ്ഞുകൊണ്ട് തന്നെ സിസ്റ്ററുടെ ശരീരത്തിന്റെ അകത്ത് ജസ്റ്റിലൊരു ഇതുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ കർത്താവിന്റെ നാമത്തിൽ ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അത് ആ സമയത്താണ് കർത്താവിന്റെ വചനം യൂട്യൂബിൽ കേൾക്കുവാൻ ഇടയായി തീർന്നത്. ആ സമയത്ത് രോഗസൗഖ്യ പ്രാർത്ഥനയിൽ അത് സ്വീകരിച്ചു. അതിനുശേഷം സിസ്റ്റർ നോക്കിയപ്പോഴേക്കും ഒരു കുഴപ്പമില്ല, ഒരു ട്രീറ്റ്മെന്റും ഇല്ലാതെ തന്നെ കർത്താവ് അത് പൂർണ്ണ സൗഖ്യമാക്കി എന്ന് പറയുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ അത്ഭുതത്തിൽ തന്നെ അതിനുശേഷം സിസ്റ്റർ യൂട്യൂബിലാണ് കേൾക്കുന്നത്. ആ സമയത്ത് സിസ്റ്ററുടെ പേര് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. ആ സഹോദരിയുടെ മകന്റെ കാര്യത്തെ കർത്താവ് വെളിപ്പെടുത്തി. ആ സാക്ഷ്യത്തെ കർത്താവ് ഇടയാക്കി. അപ്പൊ ഇനിയും ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം വലിയ പ്രവൃത്തികളെ ചെയ്യുന്ന കർത്താവാണ്. ഒന്ന് രണ്ട് സാക്ഷ്യം കൂടെ നമ്മുടെ പ്രയർ ലൈനിൽ വന്നത് ഞാൻ അയച്ചു കേൾപ്പിക്കാം നിങ്ങളെ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓഡിയോ ക്ലിയർ ആണല്ലേ? ഓക്കെ. ഞാൻ പലപ്പോഴും യൂട്യൂബിലാണ് വീഡിയോസ് ഒക്കെ കാണാറുള്ളത്, ട്രൂ ലൈറ്റ് ജനറേഷൻ. വല്ലപ്പോഴും ഒക്കെ സൂമിൽ കയറാറുണ്ട്, ടെസ്റ്റ് മണി പറയാൻ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ടെസ്റ്റ് മണി പറയാനുള്ള ആ ഒരു തിക്കും തിരക്കും കാരണം എനിക്ക് അവസരം കിട്ടാറില്ല. എങ്കിലും ദൈവത്തിന് സ്തോത്രം. പറയാനുള്ളത്, ബ്രദറിന്റെ ഓരോ വീഡിയോസും വളരെ വളരെ എന്താ പറയാ എഡ്യൂക്കേറ്റീവ് ആണ്. നമുക്ക് എന്താ പറയാ കേൾക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഓരോന്നും പഠിക്കുന്നു. ഇതിനിടെ എൻ്റെ നെയ്ബർ ഒരു ഭയങ്കര ശാരീരികമായൊക്കെ തളർന്ന് അങ്ങിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അവരൊക്കെ എന്ന് വെച്ചാല് വലിയ വലിയ പ്രയർ ലീഡേഴ്സ് ആണ്. അപ്പൊ എങ്കിലും ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അവൻ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ബ്രദറിന്റെ യൂട്യൂബ് വീഡിയോസിന് കിട്ടിയ ആ ലൈറ്റ് പ്രകാരം ഞാൻ പ്രാർത്ഥിച്ചു. യേശുവിന്റെ തിരുപ്പുറവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു, ആ സൗഖ്യം സ്വീകരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. ആ സമയത്ത് ദൈവം എന്നെ ഗൈഡ് ചെയ്ത ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്തൊരവസ്ഥയിലാണ്. ഒന്നും കഴിക്കുന്നുമില്ല, ഒന്നും കുടിക്കുന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. 3-ാം ദിവസം നോർമലായി, കംപ്ലീറ്റ് നോർമൽ. ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, ഓടിച്ചാടി നടക്കുന്നു. അപ്പൊ ഭയങ്കര സന്തോഷമായി. എനിക്കത് കണ്ടപ്പോഴും സന്തോഷമായി, അവർക്കും എല്ലാവർക്കും വീട്ടുകാർക്കും എല്ലാം സന്തോഷമായി.
So thank you, brother, for all your videos and all your guidance. വചനമൊക്കെ മുന്നും കേട്ടിട്ടുണ്ട്, പക്ഷെ അതിനുള്ള ഒരു ട്രൂ റെവലേഷൻ, അതെങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള ഒരു നോളജ് സത്യം. ഈ സഹോദരി പറഞ്ഞത് യൂട്യൂബിൽ കണ്ട സഹോദരിയാണ്. അപ്പോൾ നമ്മുടെ എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ വളരണം എന്നുള്ള വചന ചിന്തകൾ കേട്ടിട്ട് അവിടെ അയൽവക്കത്ത് നെയ്ബറിന് ഒരു രോഗം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാനോ ശരിക്കും വെള്ളം കുടിക്കാനോ പോലും കഴിയാത്ത ഒരു രോഗ അവസ്ഥയിലായിരുന്നത്. ആ കുടുംബത്തിൽ പോയിട്ട് വചനം പഠിച്ചിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ധൈര്യത്താൽ ആ കുടുംബത്തിന് വേണ്ടി പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ നാളുകളായിട്ട് ആ വ്യക്തി രോഗിയായിരിക്കുമായിരുന്നു. ഇപ്പം കേട്ടതുപോലെ തന്നെ കുടിക്കുവാനോ കഴിക്കുവാനോ പറ്റാത്ത രീതിയിലെ ബുദ്ധിമുട്ടായിരുന്നു. അല്പമേ എല്ലാം കഴിയത്തുള്ളായിരുന്നു. ആ കുടുംബത്തിൽ പോയി പ്രിയ സഹോദരി ആ വചന തിരിച്ചറിവിൽ ആ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് പറഞ്ഞതുപോലെ ആ വ്യക്തി പൂർണ്ണ സൗഖ്യമായി. അനേക നാളുകളായി രോഗിയായിരുന്ന വ്യക്തിയായിരുന്നു. ആഹാരം നേരെ ചൊവ്വേ കഴിക്കാൻ പറ്റാത്ത വ്യക്തിയായിരുന്നു. വെള്ളം നേരെ ചൊവ്വേ കുടിക്കാൻ പറ്റാത്ത വ്യക്തിയായിരുന്നു. ഇന്ന് കർത്താവ് ആ വ്യക്തിയെ പൂർണ്ണ സൗഖ്യമായി. സഹോദരി സൂമിലുള്ള ആളല്ല, യൂട്യൂബിൽ കേൾക്കുന്ന ഒരാളാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റൊരു സാക്ഷ്യം കേൾക്കാം. പ്രൈസ് ദി ലോർഡ് ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് ഷൈജയാണ്. യൂട്യൂബിലാണ് പ്രേയർ കേൾക്കാറ്. പിന്നെ ബ്രദർ ശനിയാഴ്ച പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തലയിൽ നിന്ന് കയ്യിലേക്ക് ഇറങ്ങുന്ന ഞരമ്പിന്റെ വേദന സുഖപ്പെടുന്നു. നിങ്ങൾക്ക് ഓഡിയോ ക്ലിയർ ആണല്ലോ? ഈ സൗണ്ടും ക്ലിയർ ആണല്ലോ? ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ അയച്ചു തന്നതാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ബ്രദറെ, എന്റെ കൈയിന്റെ വേദനയായിരുന്നു. ഞാൻ തുണിയൊക്കെ ചുറ്റിയായിരുന്നു കിടക്കാറ്. ബാമൊക്കെ തേച്ചാലും വേദന കുറയില്ല. തരിപ്പും കടച്ചിലുമായിട്ട് വലത്തെ കഴിഞ്ഞ് തീരെ അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നല്ലതുപോലെ വേദന ഞാനിപ്പോ എന്റെ ഫോണിൽ അയച്ചു തന്നതാ കേൾപ്പിക്കൊണ്ടിരിക്കുന്നു. കിടക്കാറ്. ബാമൊക്കെ തേച്ചാൽ സുഖം തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരി പറഞ്ഞാണ്, കഴിഞ്ഞ ദിവസം പരിശുദ്ധാത്മാവ് ഒരു ആലോചന ഇടപെട്ടു. കൈക്ക് തലേന്ന് ഞരമ്പിന് അങ്ങോട്ട് കാലിലേക്ക് വേദന അനുഭവിക്കുന്ന, അതായത് ആ ഞരമ്പിൻ്റെ ഒരു വിഷയം സംബന്ധമായിട്ട് വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ മേൽ, ഒന്നിലധികം വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യം വെളിപ്പെടുത്തുന്നൊരു ആലോചന പ്രവചനം കർത്താവ് പറഞ്ഞിരുന്നു. അപ്പം ഈ സഹോദരി പറയുകയാണ്, കയ്യെ തുണി ചുറ്റി വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങിക്കുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊരവസ്ഥയാന്ന്. കൈ എല്ലാ ദിവസവും കിടക്കുമ്പോൾ കയ്യിൽ തുണി വലിഞ്ഞു മുറുക്കി കെട്ടിവെച്ചുകൊണ്ട് വേദന കാരണം വെച്ചുകൊണ്ട് കിടക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ആ പ്രവചന ആലോചന കേട്ടപ്പോൾ കൈ വെച്ച് യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്തു. ആ സഹോദരി പറയുകയാണ്, നാളുകളായിട്ടുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ട് പൂർണ്ണ സൗഖ്യം, ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ കൈ മുറുക്കി കെട്ടിവെച്ചുകൊണ്ട് വേദന കൊണ്ട് കിടന്നുറങ്ങിയ ആൾ ഇപ്പം പൂർണ്ണ സൗഖ്യമായി. ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം. ഈ യൂട്യൂബിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞ ആളുകൾ മൊത്തം അവിടെ നോക്കി, അവരൊക്കെയും ഈ സ്വാതന്ത്ര്യമില്ലാത്തവരെ, കുടുംബത്തിൽ ഇതുപോലെ സൂമിൽ എല്ലാ ദിവസവും കയറണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് അവരെ ഒരിക്കലും ഞാൻ ഈ സൂമിൽ കേൾക്കുന്നവരെ എപ്പോഴും നമ്മളൊരു പ്രവചനം വരുമ്പോൾ ഞാൻ പറയത്തില്ല സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ എന്ന് പറയാൻ കാരണം, അനേകർക്ക് സ്വാതന്ത്ര്യമില്ലാത്തവരുണ്ട്. ഭർത്താവ് പ്രാർത്ഥന അനുവദിക്കാത്തവരുണ്ട്, മക്കൾക്ക് ഇഷ്ടമില്ലാത്തവരുണ്ട്, അവർ ക്രിസ്തു വിശ്വാസത്തിലല്ലാത്തവരുണ്ട്, ഒളിച്ചും പാത്തുമൊക്കെ ഇരുന്നാണ് അവർ കേൾക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകളും നമ്മുടെ ഇടയിൽ ഉള്ളപ്പം നിങ്ങൾക്ക് എല്ലാ ദിവസവും സ്വാതന്ത്ര്യത്തോടെ സൂമിൽ കയറാൻ പറ്റുന്നത് കൊണ്ട് നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അനേകർക്ക് ഈ സ്വാതന്ത്ര്യത്തോടെ ഇന്ന് ലൈവായിട്ട് ഈ പ്രാർത്ഥന, അതൊരു അനുഗ്രഹം. എപ്പോഴും ലൈവ് കാണുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് കൂട്ടായ്മയിൽ. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതുകൊണ്ട് ദൈവത്തെ എപ്പോഴും സ്തുതിക്കണം. അത് ലഭിക്കാത്തവരായി പറഞ്ഞത്, അവർക്ക് സ്വാതന്ത്ര്യമില്ല. എന്നാലും ഒരു വീട്ടിൽ സ്വന്തമായിട്ടിരുന്ന് ഒരു പ്രാർത്ഥന കൈക്കൊള്ളാൻ പോലും സ്വാതന്ത്ര്യമില്ല. പക്ഷെ എങ്കിലും കർത്താവ് അവരെ വിടുവിക്കുന്നു, ദൈവം അവരെയും സൗഖ്യമാക്കുന്നു. പ്രിയ സിസ്റ്റർ പറഞ്ഞു, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നാലിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ആരോഗ്യത്തെ ഓർത്ത് നന്ദി പറയണം, ദൈവം നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയണം. മറ്റൊരു സാക്ഷിയോടെ ഞാൻ കേൾപ്പിക്കാം. ബ്രദറെ നമസ്കാരം. ഒരു സംശയം ചോദിക്കാൻ വിളിച്ചാണ്. അതൊരു സഹോദരി ഡൗട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ഞാൻ കൊടുത്തിരുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ. അപ്പോൾ ഓരോ ദിവസവും കർത്താവ് നമ്മളുടെ ഇടയിൽ ചെയ്യുന്ന, അപ്പോൾ ഞാനതുകൊണ്ട് പറഞ്ഞു, സുവിശേഷത്തിൻ്റെ ശക്തി, ഞാൻ ശുശ്രൂഷകരായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആൾക്കോട് പറയുന്നുണ്ട്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. സുവിശേഷം അറിയിക്കുവാൻ നിങ്ങൾ ആഗ്രഹത്തോടെ നിൽക്കുന്നവർ. നിങ്ങൾ നോക്കിയേ, അവരെല്ലാം പോയി പ്രാർത്ഥിച്ചവരൊക്കെ സാധാരണ ആൾക്കാരാണ്. അവർ വലിയ പാണ്ഡിത്യമുള്ളവരൊന്നുമല്ല. അവരാ കേട്ട വചനത്തെ ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹമായി മാറും. പലരും പറഞ്ഞേക്കാം, പലരും പഠിപ്പിച്ചേക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പിശാച് അടിക്കുമെന്ന് പറയുന്നത് യേശുവിൻ്റെ ഉപദേശമല്ല, പിശാചിൻ്റെ ഉപദേശമാണ്.
അവൻ അറിയാം നിങ്ങൾ പോയി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ വ്യക്തി സൗഖ്യമാകുകയോ ആ കുടുംബം രക്ഷപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ലോകപ്രകാരം ചില ആൾക്കാർ പഠിപ്പിക്കും അങ്ങനെ പോയി പ്രാർത്ഥിച്ചാൽ അടി കിട്ടും. അത് ഞാൻ പറയുന്നു പിശാചിന്റെ ഉപദേശമാണ്. നിങ്ങൾ അങ്ങനെ പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ എല്ലാ മാസവും ജോലി ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ജോലി ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും? ജോലി ചെയ്താൽ കൂലി കിട്ടുമെങ്കിൽ കർത്താവ് പറയുന്നു വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. സുവിശേഷം ഒരു വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, തകർന്ന ഒരു ഭവനത്തിൽ പോയി കർത്താവിന്റെ നാമത്തിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. പിശാച് നിങ്ങളെ തൊടത്തില്ല. ദൈവത്തിന് പറയും, നിങ്ങൾ കർത്താവിന്റെ സുവിശേഷവുമായിട്ട് വീടുകളിൽ പോകാൻ തയ്യാറാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി കേട്ട് എനിക്ക് വലിയ സന്തോഷമായി. കാര്യം ആ സഹോദരി പറഞ്ഞു, ബ്രദറെ, നമ്മുടെ കൂട്ടായ്മയിൽ വചനം കേട്ട്, നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ദൈവം നമുക്ക് നൽകിയൊരു കൂട്ടായ്മയാണിത്. ആ സഹോദരി പറഞ്ഞു, എല്ലാ ആഴ്ചയിലും 2-3 ദിവസം തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് സഹോദരി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അനേക രോഗികൾ സൗഖ്യമാകുന്നത് കാണാൻ കഴിയുന്നു എന്ന് ആ സഹോദരി പറയുവാൻ ഇടയായി. അപ്പോൾ വലിയ സന്തോഷം. കാരണം അതുവരെ വീട്ടിലിരുന്ന ഒരാളാണ്. പക്ഷെ വചനം കേട്ടതിന് ശേഷം ആ സഹോദരിക്ക് മനസ്സിലായി കർത്താവ് എന്നിലൂടെയും പ്രവർത്തിക്കുമെന്ന്. സാധാരണയാളാ, വലിയ ഭജന പാണ്ഡിത്യമൊന്നുമല്ല. അത് വിശ്വസിച്ചുകൊണ്ട് ആ സഹോദരി അനേക ഇടങ്ങളിൽ പോകാൻ തുടങ്ങി. ദൈവം ആ സഹോദരിയിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അത് വലിയൊരു അനുഗ്രഹമാകട്ടോ. സ്വർഗത്തിലെ ദൈവമാണ് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. എനിക്കറിയാം സമയം ഒത്തിരി മുന്നോട്ട് പോയെങ്കിലും ഒരു വാക്യം, കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാക്യം ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിലുള്ള വിശ്വാസത്തിൽ മുറുക്കെ പിടിച്ചോണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൂടുന്ന എണ്ണത്തിലല്ല ഞാൻ വിശ്വസിക്കും. എത്ര പേര് പ്രാർത്ഥനയെ കൂടിയൊന്നോ അതിലൊന്നും അല്ല ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇതിനകത്ത് എത്ര പേര് വളരുന്നുണ്ട് കർത്താവിൽ. അതേ എൻ്റെ നോട്ടമുള്ളൂ. ആള് കൂടുന്നത് നല്ലതാണ്. ഇനിയും കർത്താവ് വർദ്ധിപ്പിക്കട്ടെ. കർത്താവ് ഇനിയും ആളുകളാൽ നിറയ്ക്കട്ടെ. പക്ഷെ കൂടുന്നതിൻ്റെ അകത്ത് എത്ര പേര് ക്രിസ്തുവിൽ വളരുന്നുണ്ട്? അവരെത്ര പേര് വളരുന്നുണ്ട്? അപ്പോൾ നിങ്ങളുടെ സമയങ്ങളായിക്കോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എനിക്കത് വലിയ സന്തോഷം. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനത് പറഞ്ഞത് വലിയ വലിപ്പം കാണിക്കുമല്ല. കർത്താവിൻ്റെ നാമത്തിൽ ആ ജോലി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാതെ മറ്റൊരു പ്രാർത്ഥനയിൽ പോയി പിന്നെ വന്ന് അടുത്ത ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. പക്ഷെ എങ്കിലും അതൊരു അനുഗ്രഹമാണ്. ഞാൻ എന്തിനാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചില അവസരങ്ങൾ നമുക്ക് കിട്ടിയാൽ, ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്കകത്ത് നിങ്ങൾക്ക് റെസ്റ്റ് ഇല്ലാതെ ഓടാൻ കർത്താവിൻ്റെ നാമത്തിൽ ഒരു ഭാഗ്യം കിട്ടിയാൽ അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ പറയത്തുള്ളൂ. അയ്യോ ബ്രദറെ, ഞാൻ ജോലി കഴിഞ്ഞ് വന്നൊന്നും കിടക്കാൻ പോലും കർത്താവിൻ്റെ നാമത്തിൽ സമയം കിട്ടിയില്ല, ഓടി ഞാൻ അടുത്ത പ്രാർത്ഥനയ്ക്ക് പോയി, എനിക്ക് റെസ്റ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. അയ്യോ, ഞാൻ പറഞ്ഞത് വലിയ ഭാഗ്യമാ. കാരണം എന്ന് വെച്ചാൽ, അങ്ങനെ നിങ്ങളെ കർത്താവ് ഓടിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളെ അനുഗ്രഹ സാക്ഷ്യമാക്കി അനേകർക്കൊരു വെളിച്ചമാക്കി സ്വർഗം നിങ്ങളെ മാറ്റും. ഇന്ന് നമ്മൾ എങ്ങനെയാണോ ഒരു മടുപ്പും കൂടാതെ, ഒരു ക്ഷീണവും കൂടാതെ, ഒരു പരാതിയും കൂടാതെ കർത്താവിൻ്റെ നാമത്തിൽ നിന്നാലുണ്ടെന്നറിയോ, ബൈബിൾ പറയുന്നു വേലക്കാരൻ കൂലിക്ക് യോഗ്യനാണ്. ഇത് നമ്മുടെ അനുഗ്രഹത്തിന്റെ മീതെയുള്ളതാണ് സുവിശേഷത്തിന്റെ അനുഗ്രഹം. നമുക്ക് എക്സ്ട്രാ ബോണസ് ആണ് സുവിശേഷം ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. കർത്താവ് നമ്മളെ ഓൾറെഡി അനുഗ്രഹിച്ചിരിക്കുകയാണ്. പ്ലസ് അതിൻ്റെ മീതെ ഒരു അനുഗ്രഹം കൂടെ ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് തരുന്നതാണ് സുവിശേഷത്തിന്റെ പ്രകാശം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സുവിശേഷത്തിനായി നന്ദി പറയുന്നു. വേഗത്തിൽ ഞാൻ ഒരു വചനം വായിച്ചതിന് ശേഷം നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം എടുത്ത കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 1:18 വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിലോ രക്ഷിക്കപ്പെടുന്നവർക്കോ ദൈവത്തിന്റെ ശക്തി ആകുന്നു. നോക്കി, ഇവിടെ വചനം പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിലോ രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി ആകുന്നു. ആമേൻ. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനത് ചെറുതായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇട്ടിരുന്നു ഈ വാക്യം. നമുക്ക് അന്ന് സൂമിൽ പ്രയർ ഇല്ലായിരുന്നു. ഇവിടെ ക്രൂശിന്റെ വചനം ലോകത്തിന് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമെങ്കിലോ രക്ഷിക്കപ്പെടുന്ന എനിക്കും നിങ്ങൾക്കും ദൈവത്തിന്റെ ശക്തിയാണ്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, യേശുക്രിസ്തു വന്നത് ഏതെങ്കിലും സഭ സ്ഥാപിക്കാനല്ല. കാര്യം യഹൂദ മതം എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും ഉന്നതമായ ഒരു മതമാണ് യഹൂദ മതം. ലോകത്തിൽ ഈ കാലപ്പഴക്കം ചെന്ന ഏറ്റവും വലിയ ഒരു മതമെന്ന് പറയുന്നതാണ് യഹൂദ മതം. പിന്നെ കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടി വന്നതല്ല. ബ്രദറെ, ഞാൻ ഇന്ന സഭക്കാരനാണ് കേട്ടോ, ഈ ബ്രദർ ഇന്ന സഭയിലെ ആളാണോ, ഞാൻ ഇന്ന സഭയാണ്. ഒരിക്കലും യേശു ഒരു സഭയുടെ ആളല്ല. ഓർത്തോണെ, യേശു ഒരു സഭയുടെ ആളല്ല.
യേശുക്രിസ്തു മാനവ കുലത്തിന് വേണ്ടിയാ മരിച്ചിരിക്കുന്നത്. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നവർക്ക് വേണ്ടിയും മദ്യപിച്ച് ലക്കുകെട്ട് ഇന്ന് വഴിയിൽ കിടക്കുന്ന ആ വ്യക്തിക്കും കൂടെ വേണ്ടിയാ യേശു വില കൊടുത്തത്. ആ വ്യക്തിക്കും യേശുവിന്റെ കൃപ അനുഭവിക്കുവാൻ അനുവാദമുണ്ട്. അറിയാവോ? ഒരിക്കലും ഒരു മനുഷ്യനും വെറുക്കപ്പെടേണ്ട ആളല്ല. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഈ വലിയ ആരാധനാണ്, സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടു, ഇപ്പൊ ബ്രദറെ എല്ലാ ദിവസവും ഞാൻ സഭയിൽ പോകുന്നു, ഞാൻ ബൈബിള് വായിക്കുന്നു, ഞാൻ അത്ഭുതങ്ങൾ കാണുന്നു. ഉടനെ നിങ്ങൾ ചിന്തിക്കല്, വഴി മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുന്ന വ്യക്തിക്കും കൂടെ വേണ്ടി യേശു മരിച്ചേക്കുന്നത്. പാപത്തിൽ, ലോകത്തിൽ, നരകത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ഓരോ വ്യക്തിക്കും കൂടെ വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു വില കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നത്, നമ്മൾ ഈ മതത്തിന്റെ അതിർവരമ്പിൽ നിന്നും പുറത്തു വരണം. മതത്തിന്റെ അതിർവരമ്പുകളെ ബ്രേക്ക് ചെയ്ത് യേശു എന്ന സത്യ ദൈവത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും പറയത്തില്ലേ, പല ആൾക്കാരും ഇന്ന് സുവിശേഷ വിരോധികൾ പറയും, സുവിശേഷം പറയാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് അവർ പറയും ഇത് കുരിശ് കൃഷിയാന്ന് പറയും. നിങ്ങൾ ചില കമന്റുകൾ കണ്ടിട്ടുണ്ടോ? കുരിശ് കൃഷി, അതായത് കുരിശ് കൃഷി ചെയ്ത് യേശുവിലേക്ക് കൊണ്ടുവരിക. ചിലർ പറയുന്ന ഒരു പൈസ കൊടുത്ത് യേശുവിലേക്ക് കൊണ്ടുവരികയാണ്, അവരെ ആഹാരം കൊടുത്ത് യേശുവിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ഇവരുടെ ചിന്തയിൽ യേശുവിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരിക എന്നുള്ളതല്ല. നിങ്ങൾ ഓർത്ത്, ഇന്ന് ഈ നമ്മൾ കേട്ട 3 സാക്ഷ്യങ്ങളുടെ അകത്ത് നിങ്ങൾ നോക്കി, ആദ്യത്തെ സഹോദരി പറഞ്ഞ ബ്രസ്റ്റിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എനിക്കത് രോഗം എന്താന്നുള്ളതിന് ക്ലിയർ ആയില്ല കേട്ടോ, സത്യത്തിൽ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും എന്തോ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ സഹോദരിക്ക്, മുഴയോ മറ്റോ ആയിരുന്നു. ആ സഹോദരി പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു അത് പിന്നെ വലിയ വിഷയമാണ്, അത് കാണിക്കണം, അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു, എനിക്കൊന്ന് ഓപ്പറേഷനൊക്കെ വിധേയമാക്കേണ്ടതായിരുന്നു. അങ്ങനെയാണ് സഹോദരി യേശുവിനെ പറ്റി കേട്ടോ. നോക്കിയേ, ഇവിടെ ബ്രദർ ചോറുംപൊതി കൊടുത്തില്ല, ബ്രദർ റൊട്ടിപ്പൊടി കൊടുത്തില്ല, ബ്രദർ അവിടെ കുരിശ് ചെയ്യാൻ വേണ്ടി പോയില്ല. യൂട്യൂബിൽ കറങ്ങിക്കൊണ്ടിരുന്ന ഏതോ ഒരു വീഡിയോക്കകത്ത് യേശു ക്രിസ്തുവിന്റെ രോഗസൗഖ്യത്തെ പറ്റി കേട്ടു. ഏതോ രാജ്യത്തിന്റെ ഏതോ സ്ഥലത്തിരുന്നോ എവിടുന്നോ ഒരു കോണിലിരുന്നു കൊണ്ട് തൻ്റെ മുറിക്കകത്തിരുന്നു കൊണ്ട് വചനം കേട്ടു. ഈ യേശു എന്നെയും സൗഖ്യമാക്കും തിരിച്ചറിഞ്ഞു, എങ്ങനെ രോഗസൗഖ്യം ലഭിക്കാമെന്ന് മനസ്സിലാക്കി അവരേറ്റെടുത്തു. അവരുടെ ഭവനത്തിന്റെ അകത്ത് ആ സൗഖ്യം നടന്നത്. ആ സൗകര്യം പറഞ്ഞു കേട്ടില്ലേ? അവരുടെ കുടുംബത്തിലാണ്. അങ്ങനെ കേട്ട എല്ലാ സാക്ഷ്യങ്ങളും. ആ കയ്യെ തുണി ചുറ്റിക്കൊണ്ട് രോഗത്താൽ വേദനയോടെ ഭാരപ്പെട്ട് കിടന്ന ആ സഹോദരിക്ക് പോലും കർത്താവിന്റെ സൗഖ്യം അനുഭവിക്കാൻ ഒരു മുഖാന്തരമായി. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു അവർക്ക് വേണ്ടിയും കൂടെയാണ് വില കൊടുത്തിരിക്കുന്നത്. ഇത് പറയാനാണ് നിങ്ങളെ എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ സുവിശേഷം കേട്ട ഉടനെ ബൈബിളുമായിട്ട് പെരക്കകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ലോകത്തിന്റെ വെളിച്ചമാകാൻ നമുക്ക് കഴിയത്തില്ല. വചനം പറയുന്ന ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമെങ്കിലോ രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പൊ ദൈവത്തിന്റെ ശക്തിയാണ്. ഞാൻ നിങ്ങളോട് നിർബന്ധിക്കുകയാണ്, നിങ്ങൾ അനേക ഇടങ്ങളിൽ പോയി അനേകർക്ക് വേണ്ടി നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവരോട് പറയണം, കർത്താവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞു ഈസ്റ്ററിന്റെ മെസ്സേജ് നിങ്ങൾ ആർക്കും അയക്കരുതെന്ന് പറഞ്ഞപ്പോഴേക്കും കുറെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ടായി, ബ്രദറെ ഈസ്റ്റർ മെസ്സേജ് വിഷ് ചെയ്ത് അയക്കുന്നത് തെറ്റാന്ന്. ഞാൻ ഒരിക്കലും ഈസ്റ്റർ മെസ്സേജ് വിഷ് ചെയ്ത് അയക്കരുതെന്നല്ല ഞാൻ പറഞ്ഞു. നമ്മൾ നോർമൽ എല്ലാവരും ചെയ്യുന്നതാണല്ലേ, ഹാപ്പി ഈസ്റ്റർ എന്ന് മെസ്സേജ് അയക്കും. ഞാൻ പറഞ്ഞത് ഹാപ്പി ഈസ്റ്റർ എന്ന് അയക്കുന്നതിനേക്കാൾ നല്ലത് ആ ദിവസങ്ങളിൽ നിങ്ങളുടെ ലോകത്തിൽ ഏത് വ്യക്തിക്കും നമുക്ക് അയക്കാം, എന്താണ് ഹാപ്പി ഈസ്റ്റർ, ഈസ്റ്ററിൽ എന്താണ് സംഭവിച്ചത്. അപ്പൊ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ഉയർപ്പാണ്. എന്തിന് യേശു ഉയർത്തു, എന്തിന് യേശു മരിച്ചു, എന്തിന് യേശു ജനിച്ചു, ഇത് മൂന്നും ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർക്കൊരു മെസ്സേജ് അയക്കാം. എൻ്റെ പാപനിമിത്തം രോഗമുണ്ടായി, പാപനിമിത്തം ശാപമുണ്ടായി, പാപനിമിത്തം ദാരിദ്ര്യമുണ്ടായി, പാപനിമിത്തം കഷ്ടതയുണ്ടായി, പാപനിമിത്തം നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, പാപനിമിത്തം നാം നിത്യനാശത്തിലേക്ക് പോയി, നമ്മളെ രക്ഷിക്കുവാൻ ആരുമില്ലാതിരുന്ന സമയത്ത്, ഇനി വചനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാട്ടോ, ആരുമില്ലാത്ത സമയത്ത് ഈ ഭൂമിയിൽ സ്വർഗത്തിൽ നിന്ന് സാക്ഷാൽ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് യേശുവിന്റെ ജനനം. എൻ്റെ മുഴുവൻ പാപത്തെയും യേശുവിൻ്റെ ക്രൂശിൽ വഹിച്ചതാണ് യേശുവിൻ്റെ മരണം. പാപത്തിൻ്റെ ശമ്പളമാണ് യേശുവിൻ്റെ മരണം. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഇനി ഞാൻ പാപിയല്ല, ഞാൻ നീതിമാനാണ്. ഇനി ഞാൻ ദൈവത്തിൻ്റെ ശത്രുവല്ല, ദൈവത്തിൻ്റെ കൂടെയാണ്. ഇനി രോഗത്തിന് എൻ്റെ മേൽ അനുവാദമില്ല, ഞാൻ സൗഖ്യത്തിലാണ്. ഇനി ശാപത്തിന് എൻ്റെ മേൽ അനുവാദമില്ല, ഞാൻ അനുഗ്രഹത്തിലാണ്. ഇനി ഞാൻ യേശുവിലൂടെ നിത്യജീവനിൽ ഞാൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കും. ഇതാണ് ഉയർപ്പ്. ഇതാണ് ഈസ്റ്ററിന്റെ സന്ദേശമായിട്ട് അയക്കാൻ പറഞ്ഞു. പലരും ഓർത്ത് ഈസ്റ്ററിന്റെ ആശംസകൾ അയക്കരുതെന്നാണ് തെറ്റിദ്ധരിച്ചത്. പക്ഷെ ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇത് തന്നെയാണ് ഞാൻ എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പല ആൾക്കാർക്ക് അത് മനസ്സിലായില്ല. ചിലർ പാതി മയക്കത്തിലാണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എങ്കിലും നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമാണ്.
നോക്കിയേ, ഇവിടെ സമയം ഒത്തിരി കയറിപ്പോയി എങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ ആവർത്തന പുസ്തകത്തിൽ ബൈബിൾ എന്താണ് രക്ഷ എന്ന ഒറ്റ വാക്യത്തിൽ ആവർത്തന പുസ്തകം പറയുകയാണ്, കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ നീ നട്ടുച്ചയ്ക്ക് തപ്പി നടക്കും. അതായത് പാപനിമിത്തം ഉണ്ടായ ശാപം, ഞാൻ എപ്പോഴും പറയാറില്ലേ, നിങ്ങളുടെ ഭവനത്തിൽ എവിടെയെങ്കിലും ഒരു ശാപമുണ്ടോ എന്ന് നിങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടോ? ഇപ്പം യേശുവിനെ അറിയാത്തൊരു വ്യക്തിയുടെ ജീവിതത്തിൽ, സത്യസുവിശേഷത്തിന്റെ വെളിച്ചം ലഭിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാരമ്പര്യ ശാപങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, കാരണം കൂടാതെ ശാപം വരത്തില്ല. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിയുടെ മേൽ ശാപം നിലനിൽക്കുന്നത്. ഒന്ന്, സത്യസുവിശേഷത്തിന്റെ വെളിച്ചം ലഭിക്കാതിരിക്കുകയും രണ്ടാമത് യേശു ക്രിസ്തുവിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ശാപമുണ്ട്. എങ്ങനെയാണ് ശാപമുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത്? കുരുടൻ അന്ധതമസ് എന്ന് പറഞ്ഞാൽ കൂരിരുട്ട്. ഒരു കുരുടനായ കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ, കാഴ്ചയില്ലാത്തൊരു വ്യക്തി കൂരിരുട്ടത്ത്, ഒന്നാമത് അദ്ദേഹത്തിന് കാഴ്ചയില്ല, രണ്ടാമത് കൂരിരുട്ടാണ്. ഈ ഇരുട്ടിൽ ഒരു വ്യക്തി തപ്പി തടയുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. കാഴ്ചയില്ല, ഇരുട്ടാണ്. ഇങ്ങനെ ഒരു കാഴ്ചയില്ലാത്ത മനുഷ്യൻ കൂരിരുട്ടിൽ തപ്പി നടക്കുന്നത് പോലെ ഉച്ചയ്ക്ക് തപ്പി നടക്കും. അതിനർത്ഥം ഒരു വെളിച്ചമോ ഒരു വഴിയോ ജീവിതത്തിൽ കാണാൻ പറ്റുന്നില്ല. എല്ലാ വഴിയും ഇരുട്ട്, ഒരു സാധ്യതയും കാണാൻ പറ്റുന്നില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ മുഴുവൻ ഇരുട്ട്, എവിടെ നോക്കിയാലും ഇരുട്ട്. എത്ര നമ്മൾ തപ്പി തടഞ്ഞിട്ട് ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനൊരവസ്ഥ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അടുത്ത വാക്യത്തിൽ പറയുന്നു, നീ പോകുന്നിടത്തൊന്നും ഗുണമുണ്ടാകുന്നില്ല. നോക്കിയേ, നീ എവിടെ ചെന്നാലും ഗുണം കിട്ടുന്നില്ല. നമ്മൾ പറയത്തില്ലേ, ഒന്നും ഗതി പിടിക്കുന്നില്ലല്ലോ, ഒന്ന് രക്ഷപ്പെടുന്നില്ലല്ലോ, ഒരു ഗുണം പിടിക്കുന്നില്ലല്ലോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ആരുടെങ്കിലും ജീവിതത്തിൽ ഈ രണ്ടവസ്ഥയുണ്ടെങ്കിൽ, അടുത്ത വാക്യം പറയുന്നു, എപ്പോഴും നീ പീഡിതനായിരിക്കും. നോക്കിയേ, എവിടെ ചെന്നാലും പീഡിതനും അപഹാരനും. അപഹാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും നഷ്ടം സംഭവിക്കുന്ന വ്യക്തി. എന്തിൽ തൊട്ടാലും നഷ്ടം, എന്ത് ചെയ്താലും നഷ്ടം, എന്ത് ചെയ്താലും നഷ്ടം, എവിടെ തൊട്ടാലും ഉയരാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഈ മൂന്ന് അവസ്ഥകൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ശാപത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്ത് ചെയ്യണം? അടുത്ത വാക്യത്തിൽ പറയുന്നു, നിന്നെ രക്ഷിപ്പാൻ ആരുമുണ്ടാകും. അതിന്റെ അർത്ഥം ഒരാൾ പോലും സഹായിക്കുന്നില്ല, ഒരാൾ പോലും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, ഒരാൾ പോലും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പാപനിമിത്തം ഉണ്ടായ ശാപമാണ്. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി തീർന്നു. നോക്കിയേ, 3-ാം അധ്യായം നോക്കിയേ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ശാപമായി. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ബൈബിൾ പറയുന്നു, എന്റെ ശാപത്തെ അവൻ വഹിച്ചു. അതായത് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം പറയുന്നത് പോലെ കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ കൂരിരുട്ടത്ത് തപ്പി തടയുന്ന അവസ്ഥയിൽ നിന്നും, ആ ശാപത്തിൽ നിന്നും, എവിടെ പോയാലും നീ ഗുണം പിടിക്കത്തില്ല, എവിടെ പോയാലും പീഡിതനും അപഹരിക്കപ്പെട്ടവനുമാണ്, ആരും രക്ഷിക്കാനില്ലാത്ത അവസ്ഥ, എൻ്റെ മേൽ ശാപമുണ്ടെന്ന് തെളിഞ്ഞുവെങ്കിൽ ആ ശാപത്തെ മാറ്റുവാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി 3 ആണിമേൽ തറയ്ക്കപ്പെട്ടു. വേദന അനുഭവിച്ചത്, പടയാളികളുടെ നടുവിൽ ഒരു പരിഹാസപാത്രമായി നിന്നത്, കാണുന്നവരൊക്കെ മുഖം മറച്ചു കളയത്തക്കവണ്ണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വിരൂപനായി മാറിയത്, അതിലെ പോയ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ആ നഗ്നനായ യേശുവിനെ കണ്ട് പരിഹസിച്ചപ്പോൾ, അവരെല്ലാവരും പരിഹസിച്ചിരിച്ചപ്പോൾ ബൈബിൾ പറയുന്നു, ഒരു കുരുടൻ അന്ധതമസിൽ തപ്പി നടക്കുന്നത് പോലെ ഞാൻ തപ്പി നടക്കാതിരിക്കുവാൻ, ഞാൻ പീഡിതനല്ലാതിരിക്കുവാൻ, ഞാൻ അപഹരിക്കപ്പെടാതിരിക്കുവാൻ, ഞാൻ പോകുന്നിടത്തൊക്കെയും ഗുണമുണ്ടാകുവാൻ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ശാപമായി തീർന്നിരിക്കുന്നു. ഇതാണ് ക്രൂശിന്റെ വചനം. ഇതാണ് ക്രൂശിന്റെ വചനം. ഇത് ഏറ്റുപറയുമ്പോൾ എൻ്റെ യേശു എൻ്റെ ശാപത്തെ മാറ്റി, അങ്ങനെയെങ്കിൽ ഞാൻ പോകുന്നിടത്ത് ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾ ഏറ്റുപറയാൻ തയ്യാറെങ്കിൽ സകല ശാപവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും. ഇതുവരെ നിങ്ങളെ മൈൻഡ് ചെയ്യാത്തവർ നിങ്ങളൊരു അനുഗ്രഹമാണെന്ന് പറയാൻ തുടങ്ങും. എന്താ ഞാൻ പറയേണ്ടത്? ഞാനിനി ശാപത്തിലല്ല, അനുഗ്രഹത്തിലാ. ഞാനിനി ഗുണമില്ലാത്തവനല്ല, ഞാനൊരു അനുഗ്രഹമാ.
ഞാൻ ഇനി പീഡിതനല്ല, അനേകർക്കൊരു ആശ്വാസമാണ്. എൻ്റെ നന്മ നഷ്ടപ്പെട്ടിനി പോകത്തില്ല. ഞാൻ അനേകർക്ക് കൊടുക്കുന്നവനായി എൻ്റെ കർത്താവ് എന്നെ മാറ്റിയിരിക്കുന്നു. എൻ്റെ യേശുവെ ഞങ്ങൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഈ വചനത്തിൻ്റെ അകത്തിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും തുറന്നു വരട്ടെ. ശാപനിമിത്തമുണ്ടായ രോഗങ്ങൾ, ശാപനിമിത്തമുണ്ടായ തകർച്ചകൾ, ശാപനിമിത്തമുണ്ടായിട്ടുള്ള എല്ലാവിധമാകുന്ന അവസ്ഥകളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ കുടുംബം വിട്ട് മാറിപ്പോവട്ടെ. അവരുടെ കുടുംബം വിട്ട് മാറിപ്പോവട്ടെ. അത്ഭുതമായി 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 ഈ നിമിഷം അവരുടെ ജീവിതം മാറട്ടെ. ഈ നിമിഷം അവരുടെ ജീവിതം മാറട്ടെ. ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഗുണമില്ലാത്ത അവസ്ഥകൾ ശാപത്തിൻ്റെ അടയാളമെങ്കിൽ ഇപ്പോൾ ഞാൻ ശപിക്കപ്പെട്ടവനല്ല. യേശു എനിക്ക് വേണ്ടി ശാപമായി തീർന്നിരിക്കുന്നു. ആരും രക്ഷിക്കാൻ വരത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് രക്ഷാ പദ്ധതിയെ സ്വർഗം തുറന്നിരിക്കുന്നു. ഞാനിനി യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടവനാണ്. ഞാൻ ശപിക്കപ്പെട്ടവനല്ല, പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഞാൻ ഗുണമില്ലാത്തവനല്ല. ശാപമാണ് എന്നെ ഒന്നുമില്ലാത്തവനാക്കിയെങ്കിൽ ഇന്ന് ഞാനൊരു അനുഗ്രഹമാണ്. ഇന്ന് ഞാൻ അത്ഭുതമാണ്. ഇന്ന് ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്. ഇത് ഞാൻ കർത്താവിനാൽ ഇന്ന് അനുഭവിക്കുന്നു. കർത്താവിനാൽ ഇന്ന് ഞാൻ സാക്ഷിയാകുന്നു. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അസാധാരണമായ അനുഗ്രഹങ്ങൾ തുറന്നു വരുന്നു. അസാധാരണമായ അത്ഭുത സൗഖ്യങ്ങൾ നിങ്ങളുടെ മേൽ തുറന്നു വരുന്നു. അത്ഭുതങ്ങൾ നിങ്ങളുടെ മേൽ തുറന്നു വരുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇതാണ് ശാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ വചനം നിങ്ങളെ എന്ത് ചെയ്യും? ശാപത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നമ്മളെ കൊണ്ടുവരും. ആമേൻ. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞു വേണം നിങ്ങൾ ക്രൂശിന്റെ വചനം മനസ്സിലാക്കാൻ. കർത്താവ് ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചത് ഏതെങ്കിലും ഒരു സഭയിലെ ലീഡറാക്കി ഇരിക്കാൻ വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു മതത്തിന്റെ നേതാവായിട്ട് കർത്താവിന് ഇരിക്കാൻ വേണ്ടിയല്ല. ലോക രക്ഷകനാണ് യേശു. മറന്നു പോകല്ലേ. സുവിശേഷം പറയാൻ വേണ്ടി ചെല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥലത്ത് പോലും എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പള്ളിയിൽ അവനെ കൊണ്ടുവരണം, ഞങ്ങളുടെ പ്രാർത്ഥനയിൽ അവനെ കൊണ്ടുവരണം, ഞങ്ങളുടെ സഭയിൽ അവനെ കൊണ്ടുവരണം. എന്തിനാ നിങ്ങൾ കൊണ്ടുവരുന്നവനെ? നിങ്ങൾ യേശുവിലേക്ക് അവനെ കൊണ്ടുവരാൻ പഠിക്കണം. ആ വ്യക്തി യേശുവിൽ നിലനിൽക്കാൻ പഠിക്കണം. കർത്താവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരും. അതിനുശേഷമേ സഭകളുള്ളൂ. ആദ്യം ക്രിസ്തുവിലാണ്, അതിനുശേഷമാണ് സഭ, അതിനുശേഷമാണ് കൂട്ടായ്മയ്ക്ക് പോലും വിലയുള്ളൂ. കർത്താവിലേക്ക് ഒരു വ്യക്തി പറഞ്ഞു. ഇത് സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ, യേശുവിൻ്റെ ക്രൂശിനെ നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളത്തിൻ്റെ ഉള്ളിൽ ആ സ്നേഹം വരുന്നില്ലെങ്കിൽ വേറെ ഒന്നിനും നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. എപ്പോഴും പറ, കർത്താവിനേക്കാൾ വലുതല്ല എൻ്റെ ജീവിതത്തിൽ ഒന്നും. എൻ്റെ യേശു എനിക്ക് വേണ്ടി. നിങ്ങൾ ആ ചിത്രം ഞാൻ എപ്പോഴും ഓർക്കേണ്ട, ദൈവമേ, ഞാൻ ആ കാഴ്ച കാണുമ്പോൾ എനിക്ക് തന്നെ വേദനയാണ്. കർത്താവ് ആ 3 ആണിമേൽ തറയ്ക്കപ്പെട്ട് ക്രൂശിൽ കിടക്കുന്നത് നമ്മൾ ഈസ്റ്ററിൽ അപ്പമൊക്കെ മുറിച്ച് ലോകത്തിലെ അനേകരും മദ്യപിച്ച് ബോധം കെട്ട് ഈസ്റ്റർ കുടിച്ചു കൂത്താടി ആഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? അവർ സന്തോഷിക്കുക. അവരുടെ സന്തോഷം തെറ്റായ സന്തോഷമാണ്. അവർ മദ്യപിച്ചും ആർത്ത് വിളിച്ചും അവരെന്തു പറയുന്നവർ നഗ്നത കാണിച്ചും ലോകത്തിൽ അവർ സന്തോഷിക്കുന്നത് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ സന്തോഷമല്ല. യേശുവിൻ്റെ ക്രൂശിലേക്ക് ഒന്ന് നോക്കിക്കേ. ആ ക്രൂശിൽ 3 ആണിമേൽ ഒരു മനുഷ്യൻ ഇരുമ്പ് ആണിമേൽ കൈകൾ തറച്ചു വെച്ച്, കാലുകൾ ഇരുമ്പ് ആണിമേൽ തറച്ചു വെച്ച് ആ ശരീരത്തിന്റെ മുഴുവൻ ഭാരവും ആണിമേലാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കയറിൽ ഒന്ന് തൂങ്ങിക്കിടക്കുമ്പോൾ ആലോചിച്ച് നോക്കിയേ, എത്രത്തോളം നിങ്ങളുടെ കൈക്കകത്തുണ്ടാകുന്ന വേദനയെങ്കിൽ ആ മുറിവേറ്റ കരങ്ങളിലാണ്, ആ ആണിപ്പഴുതിലാണ് യേശുവിൻ്റെ ശരീരം നിൽക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഇത് ഞാൻ ഈസ്റ്റർ മദ്യപിച്ച് ലക്ക് കെട്ട് ബോധം കെട്ട് കിടക്കാൻ വേണ്ടിയല്ല. ഞാൻ നല്ല ആഹാരം കഴിക്കണം, നല്ല ആഹാരം കഴിക്കണം. നിങ്ങൾ അന്നത്തെ ദിവസം സന്തോഷിക്കണം. ആ സന്തോഷിക്കുമ്പോഴും മറന്നു പോകല്ലേ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് ഞാൻ ഈ നിത്യ നരകത്തിൽ നിന്നും, നിത്യ ശാപത്തിൽ നിന്നും, ഞാൻ നിത്യ രോഗത്തിൽ നിന്നും, എൻ്റെ കഷ്ടതകളിൽ നിന്നും, എൻ്റെ വേദനകളിൽ നിന്നും എനിക്ക് രക്ഷ പ്രാപിക്കും. ചിലർ പറയത്തില്ലേ, മരിച്ചു കഴിയുമ്പോൾ പറയത്തില്ല. ഇപ്പം നമ്മൾ പറയാം, ഈ രോഗമുള്ളവരൊക്കെ മരിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ പറയും വേദനയില്ലാത്ത ലോകത്തിലേക്ക് അവരെന്ത് ചെയ്തു? അവർ യാത്ര ചെയ്തു. വേദനയില്ലാത്ത, ഭാരമില്ലാത്ത രോഗം. ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയരെ, ഈ ഭൂമിയിൽ അങ്ങനെ ജീവിക്കാൻ പറ്റും. കാര്യം യേശു മരിച്ചത് സ്വർഗത്തിൽ വെച്ചല്ല, ഈ ഭൂമിയിൽ വെച്ചാ. വേദനയില്ലാതെ, ഭാരമില്ലാതെ സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ജീവിക്കാൻ പറ്റും. നമ്മൾ പലതും പഠിച്ചേക്കുന്നത് അങ്ങനെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തകർന്ന് തരിപ്പടമായിട്ട് നമ്മൾ വേദന അനുഭവിച്ച് അവസാനം നിത്യതയെ ചെല്ലുമ്പോൾ എന്ത് സന്തോഷമാണ്. എൻ്റെ പ്രിയരെ, ഇവിടെ അങ്ങനെ ഒരു ജീവിതം ഉണ്ട്. നിങ്ങൾ അന്വേഷിക്കണം.
കർത്താവിൽ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞ സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷം. നമ്മുടെ അവസ്ഥകളിൽ നിന്ന് നമ്മൾ പുറത്ത് വരണം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നിങ്ങൾ ഈ ശാപത്തെ പറ്റി പഠിക്കുന്നത് നല്ലതാ. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ശാപത്തെ പറ്റി പഠിക്കുന്ന ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. നിങ്ങളത് പഠിക്കണം. ഇതിൽ നിന്നും ഒക്കെയാണ് ഞാൻ വരും ദിവസങ്ങളിൽ, നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ് വരും ദിവസങ്ങളിൽ ഞാനത് എടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ആഴത്തിൽ ഇത് മനസ്സിലാവും. ആ ശാപത്തിൽ നിന്നും യേശുക്രിസ്തു എന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അത്ര വലിയ സാധ്യതകളാണ് എൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തിരിച്ചറിഞ്ഞോണം, കർത്താവിൽ ഞാനൊരു അത്ഭുതമാണ്, കർത്താവിൽ ഞാനൊരു അത്ഭുതമാണ്. എൻ്റെ കൂടെ എന്ന് പറഞ്ഞ കർത്താവിൽ ഞാനൊരു അത്ഭുതമാണ്. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ ഞാൻ നന്ദി പറയുന്നപ്പ. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഒരു കുടുംബത്തെ പറ്റി കർത്താവ് എന്നെ കാണിക്കുക. ഒരു മരം ഒരു അതിരിന്മേൽ നിന്നിട്ട് 2 ഭവനങ്ങൾ തമ്മിൽ വലിയ പ്രശ്നമുണ്ടായി. ആ മരം മുറിക്കേണ്ട ഒരു അവസ്ഥയിലൂടെ വന്നിട്ടും അത് ഭയങ്കര പ്രശ്നമായിട്ട് സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന ചില ഭവനങ്ങളിലകത്ത് കലഹങ്ങളുണ്ടായി. ഞാനിത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ ജോണി എന്നൊരു പേര് ഈ 2 ഭവനവുമായിട്ട് ബന്ധപ്പെടുത്തി കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ആ ഭവനങ്ങളുടെ മേൽ കലഹത്തെ കൊണ്ടുവന്ന്, ആ കുടുംബത്തിൻ്റെ മേൽ ഇടർച്ചകളെ കൊണ്ടുവന്ന്, സമാധാനത്തെ പോലും കെടുത്തിക്കളഞ്ഞ ആ ഒരു കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു എന്നുണ്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഏതാണോ ആ ഭവനം, ആരാണോ ആ കുടുംബം, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് സ്വീകരിച്ചാട്ടെ. ഇന്ന് മുതൽ പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞങ്ങളുടെ നൈബറാണ്. ഞങ്ങൾ പല പ്രാവശ്യം ചെന്ന് അവരുടെ മതിലിന്റെ പറ്റ വെച്ച് മരം മൊത്തം ഞങ്ങളുടെ പറമ്പിലോട്ടാ. പല പ്രാവശ്യം ചെന്ന് പറഞ്ഞ് അയാള് വെട്ടുന്നില്ല. പിന്നെ നമ്മള് ഒന്നിനും പോകുന്നില്ല, മിണ്ടാതെ ഒതുങ്ങി പോകുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വെട്ടാൻ പറഞ്ഞ വെട്ടത്തില്ല. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കർത്താവ് എന്നെ ജോണി എന്ന പേര്, ആളുടെ പേര് ജോണി എന്നാണ്. സ്വോത്രം. ഇത് വല്ല സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യങ്ങള്? ഇല്ല ഇല്ല ഇല്ല. ഇത് വലിയൊരു അത്ഭുതമാകട്ടെ. ഇത് ഈ സിസ്റ്റർക്ക് വേണ്ടി തന്നെയാകട്ടെ ഈ ആലോചന. കർത്താവിന്റെ എന്നിട്ട് ചവറ് അല്ല ബ്രദറിന്റെ ചവറ് കത്തിക്കുവാണെങ്കിൽ അവരുടെ പറമ്പിലെ ചവറാണ് ഞാൻ കത്തിക്കണം, മിറ്റടിക്കണം എന്നും. ഞങ്ങളുടെ പറമ്പില് മരമൊന്നും ഇല്ല. എന്നിട്ട് ഇത് പുക വന്നെന്നും പറഞ്ഞ അതിന്റെ പേര് ബഹളം ഉണ്ടാക്കണം. ഇത് വലിയൊരു സാക്ഷി. ഈ സഹോദരിക്ക് വേണ്ടി തന്നെ കേട്ടോ ആലോചന, മറ്റൊരാൾക്കും വേണ്ടിയല്ല. ഞാൻ എൻ്റെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞതാണ്, ഒരു അതിന്മേൽ ഈ വഴക്ക് തർക്കവും ഈ മരത്തിന്റെ തർക്കവുമായിട്ട് നിൽക്കുവാണ്. പക്ഷെ ജോണി എന്ന് പറഞ്ഞ ഒരാൾ, എത്ര പേര് ഇന്ന് ആ പ്രവചന ആലോചന കേട്ടു? എത്ര പേരത് കേട്ടു? സിസ്റ്ററെ ഞാൻ ചോദിച്ചോട്ടെ, സിസ്റ്റർ ഒന്ന് കേട്ടെ. ഈ സിസ്റ്റർ ഈ വിഷയങ്ങൾ നമ്മുടെ കൂടെ പ്രയർ ഗ്രൂപ്പിൽ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ ജോണി എന്ന് പറഞ്ഞ വ്യക്തിയാണ് പ്രശ്നക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട്? ഉറപ്പാണ്? ഈ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തെ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാ കേട്ടോ. ബാക്കി എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഇവിടെ നിങ്ങൾ വലിയൊരു കാര്യം കർത്താവിൽ ഇടപെട്ടിരിക്കുകയാണ്. ആ വ്യക്തിയുടെ പേരിനെ തമ്പുരാൻ വെളിപ്പെടുത്തി. അത് മാത്രമല്ല, അതിന്മേലൊരു നിൽക്കുന്ന വിഷയത്തെ, അതൊരു ശരിക്കും പറഞ്ഞാൽ ആ വിഷയം ഒരു അതിരുതർക്കമല്ല കേട്ടോ, പിശാചിന്റെ ഒരു കലഹമായിരുന്നു. ജീവിതത്തിന്റെ അകത്ത് നാശം വരെ കൊയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നൊരു വിഷയമായിരുന്നു. ഇന്ന് കർത്താവ് ആ വിഷയം ഏറ്റെടുക്കുക. സിസ്റ്ററെ ആമേൻ പറഞ്ഞ ആ വിഷയം ഏറ്റെടുത്തോണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അനർത്ഥം അവിടെ വിട്ടൊഴിയുകയാണ്. കർത്താവിന്റെ ശക്തി ഇന്ന് വ്യാപരിക്കുകയാണ്. യേശുവെ നന്ദി കർത്താവെ. പ്രിയമക്കളുടെ കുടുംബം വിടിവിക്കപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും നന്ദി പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് എല്ലാവരും ഒന്ന് ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെ കൈവച്ചിട്ട് പറയണം, എനിക്ക് മനസ്സിലെന്ന് പറ രോഗത്താൽ ഇരിക്കുക. എനിക്ക് മനസ്സിലെന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവൻ രോഗം ചുമക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നറിയാവോ? എൻ്റെ യേശുവിൻ്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട്. കള്ള പിശാച്, എനിക്ക് മനസ്സില്ല. നിന്റെ രോഗവും നിന്റെ ശാപവും ചുമക്കുവാൻ എനിക്ക് മനസ്സില്ല. എനിക്ക് വേണ്ടി എൻ്റെ നാഥൻ 3 ആണിമേൽ തറയ്ക്കപ്പെട്ടത്, മുറിവേറ്റത്, തകർക്കപ്പെട്ടത് എൻ്റെ സൗഖ്യത്തിനും എൻ്റെ ആരോഗ്യത്തിനും. സൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറഞ്ഞ് എന്ന് കേട്ട അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ കേട്ട് ബലപ്പെട്ടിട്ട് പറ, രോഗസൗഖ്യം എൻ്റെ അവകാശമാണെന്ന് പറ. അത്ഭുതം നടക്കും. നിങ്ങളുടെ അകത്ത് കയറിക്കൂടിയിരിക്കുന്ന സകല ദുരുപദേശങ്ങളും ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് വിരുദ്ധമായി കയറിക്കൂടിയ സകല ഉപദേശങ്ങളെയും ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവെ, അവർ ഉള്ളത്തിൽ പതിഞ്ഞിരിക്കുന്ന, അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന തെറ്റായ വചനവ്യാഖ്യാനങ്ങൾ ഇപ്പോൾ അടിയോടെ വേരോടെ അത് പിഴുതുപോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു കർത്താവ്.
ഓ, അത്ഭുത സൗഖ്യം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക, അത്ഭുത സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിന്റെ അകത്ത് പ്രത്യേക രീതിയിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് സാധാരണ നമ്മൾ ചൊറിയുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകളല്ല, പ്രത്യേക രീതിയിൽ ചില പാടുകളായിട്ട് അത് മാറുന്ന അനുഭവങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ എന്നോട് കർത്താവ് പറയുക, ആ രക്തത്തിന്റെ അകത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അതിപ്പോൾ യേശുവിന്റെ തിരുമുറിവിനാൽ ഇപ്പോൾ അത് സൗഖ്യമാകുക. ആ മുറിവ്, ആ വേദനകൾ, ആ ഒരു സംഭവിച്ചിരിക്കുന്ന പാടുകൾ പോലും പൂർണ്ണമായും മാറുന്ന രീതിയിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അത്ഭുത സൗഖ്യത്തെ കർത്താവ് നിറയ്ക്കുക. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ആലോചന ആ സഹോദരിക്ക് വേണ്ടി മാത്രമാകട്ടോ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ഇപ്പൊ ഉള്ളത്തിൽ പറയാ സിസ്റ്ററെ, ആ ജോണി എന്ന് പറഞ്ഞ വ്യക്തിയെ കർത്താവ് തൊടുക. ആ വ്യക്തിയെ കർത്താവ് തൊട്ടിട്ട് നിങ്ങളുടെ മുമ്പിൽ സമാധാനവുമായിട്ട് ആ വ്യക്തിയെ കർത്താവ് കൊണ്ടുവരാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ ഉപദ്രവകാരിയായ മനുഷ്യന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിനെ ഞങ്ങൾ വെട്ടിമാറ്റുന്നപ്പ. ഹല്ലേലൂയ, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഉപ്പൂറ്റിയുടെ അകത്ത് ഇങ്ങനെ കാലിന്റെ ഉപ്പൂറ്റിയിൽ കുത്തുമ്പോൾ ഇങ്ങനെ ഭയങ്കര മുള്ളു കുത്തിക്കയറുന്നത് പോലെ വേദന, ഭയങ്കര ഒരു വേദന, ചില സമയത്ത് സഹിക്കാൻ പോലും പറ്റാത്ത വേദനയാ. യേശുവിന്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് ഇനി മേലാൽ ആ വേദന വരത്തില്ല. ഇപ്പോൾ യേശുവിന്റെ തിരുമുറിവിനാൽ അത്ഭുത സൗഖ്യം ഇപ്പോൾ സംഭവിക്കുന്നു. സ്കിൻ ഡിസീസുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം നടക്കുക. രോഗം കൈവച്ച് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ്, യേശുവിന്റെ നാമത്തിൽ രോഗത്തിന് എൻ്റെ മേൽ അവകാശമില്ലെന്ന് പറയും. എൻ്റെ മേലും എൻ്റെ തലമുറകളുടെ മേൽ അവകാശമില്ല. ദിവ്യാരോഗ്യം സൗഖ്യം എൻ്റെ അവകാശമാണ്. അത്ഭുത സൗഖ്യം. എൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ ഒരു പ്രജിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ ഒരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുന്നു എന്ന് പ്രജിത്ത് എന്നാണ് പറയുന്നത്. യേശുവിന്റെ നാമത്തിൽ പ്രജിത്തുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇന്ന് ആ ഭവനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന് വേണ്ടി വേഗത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക, ആ കുടുംബത്തെ അറിയിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ തൊടുവാൻ വേണ്ടി പോകുന്നു. പ്രജിത്തിന്റെ ഭവനത്തിന്റെ മേൽ കർത്താവിന്റെ വലിയ പ്രജിത്ത് ആ പറഞ്ഞു. ഹലോ, ആരാധിച്ചത് കേൾക്കുന്നില്ല. പ്രജിത്ത് ആ പ്രജിത്തിന് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിച്ചോണം. എന്റെ പേര് ആ. സന്ധ്യ എന്നാണ്. ആമേൻ. പ്രാർത്ഥിച്ചോളാം. യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിൽ വന്ന വലിയൊരു അനർത്ഥം ആ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആരാധന. ഞാനൊരു കുടുംബത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. കുടുംബത്തിന്റെ അകത്ത് ഞാൻ കയറുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേറി വരുന്ന വീടിൻ്റെ അകത്തോട്ട് കേറി വരുന്ന ഈ മുറിയിൽ തന്നെ ഒരു കർത്താവ് എന്നെ ഒരു കുടുംബത്തിന്റെ അടയാളം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തിന്റെ മേൽ ഇന്ന് ദൈവം എന്നൊരു വാക്കു പറയുന്നു. ദേശത്തിന്റെ മേൽ ആ കുടുംബത്തെ ഒരു പഴി ചൊല്ലി അവരെ ഒത്തിരി കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു ഭവനമാണ് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ. ആ കുടുംബത്തിന്റെ കയറി ചെല്ലുന്ന, അതായത് വീടിന്റെ അകത്തോട്ട് വാതിൽ തുറന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ അയ്യങ്കാളിയുടെ ഫോട്ടോ, അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഫ്രണ്ട് വശത്ത് തന്നെ വെച്ചിരിക്കുന്ന ഒരു ഹോള് പോലെ ഒരു മുറിയാണ് ഞാൻ കാണുന്നത്. ആ ഫോട്ടോ, അങ്ങനെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. കയറി വരുന്ന ഒരു മുറിയിലാണത് കാണുന്നത്. ആ കുടുംബം ഇന്ന് വല്ലാത്തൊരു ഭാരത്തിലൂടെ കടന്നു പോവുകയാണ്. ഇന്ന് കർത്താവ് ആ കുടുംബത്തെ ഇന്ന് തൊടുവാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവെ, ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ അവർ നിന്ദകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവ്, ഈ ദിവസങ്ങളിൽ അവർ വളരെ ഹൃദയത്തിൽ ഭയങ്കരമായ ഭാരപ്പെടുന്ന ഒരു ഭവനമാണ്. ഇന്ന് ദൈവം ഇന്ന് ആ ഭവനത്തിന്റെ മേൽ ദൈവത്തിന്റെ രക്ഷയുടെ സന്തോഷത്തെ, പ്രാർത്ഥനയ്ക്ക് പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയാണ്. എനിക്കറിയില്ല നിങ്ങൾ സൂമിലോ ലൈവിലോ ആണോ കാണുന്നത്, എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവ് പറയുന്നു, സമാധാനം, കണ്ണുനീരിനൊരു മറുപടിയെ കർത്താവ് തരാൻ വേണ്ടി പോകുന്നു പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു. ബ്രദർ, എന്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ കോട്ടയത്തെ ചേർപ്പുകളാണ്. എന്റെ വീടിന്റെ കയറി വന്ന തിന്നെ തന്നെ അയ്യങ്കാളിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്.
ഓ സ്വസ്ത്രം ഇഷ്ട കർത്താവ് എന്നോട് പറയട്ടെ, ദേശത്തിന്റെ അകത്ത് അനേകർ നടുവിൽ തല കുനിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷെ നിന്നെ കർത്താവ് എടുത്തു മാറ്റാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. എന്നെ ആ ഭവനം ഇങ്ങനെ, ഞാൻ ആ ഭവനത്തിന്റെ അകത്ത് നിന്നോണ്ട ഇത് കാണുന്നത്. ഈ സമയത്ത് കർത്താവ് എന്നെ ആ ഭവനത്തിൽ കൊണ്ടുപോയി കാണിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ യേശുവെ വലിയൊരു അത്ഭുതം ഇന്ന് ആ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. സിസ്റ്റർ യേശുവിന്റെ നാമത്തിൽ സ്വീകരിച്ചോണം. ദേശത്ത് ഒരു ഭവനം തന്ന് അനേകർക്കൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ യേശുവെ നന്ദി കർത്താവെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഏറ്റെടുത്ത് പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. കർത്താവിനോട് ഒരു വാക്ക് പറയുകയാണ്. പരിശുദ്ധാത്മാവ് പ്രിൻസി എന്നു പേരുള്ള രണ്ടാമത്തെ മോളാണ്. മൂത്ത സന്തതിയുണ്ട്. അത് കൂടാതെ പ്രിൻസി രണ്ടാമത്തെ തലമുറയാണ്. ആ രണ്ടാമത്തെ തലമുറയുടെ ഭാവിയെ പാതി വഴിയിൽ നശിപ്പിക്കുവാൻ നോക്കുന്ന പിശാചിന്റെ പദ്ധതികൾ ഇന്ന് ഈ സമയത്ത് അത് മാറിപ്പോകുന്നു. പ്രിൻസി രണ്ടാമത്തെ മോളാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ആ കുടുംബം ഇപ്പോൾ തന്നെ യേശു പറഞ്ഞു. എന്റെ സഹോദരന്റെ മരുമോളാണ് പ്രിൻസി, രണ്ടാമത്തെ മോളാണ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ഭാവി അടയ്ക്കാൻ നോക്കുന്ന ദുഃഖത്തിന്റെ മേൽ ദുഃഖം കൊണ്ടിട്ട് പ്രതിസന്ധികൾ കൊണ്ടിടാൻ നോക്കുന്ന സകല വിഷയങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുകയാണ്. അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുന്നു. ദൈവപ്രവർത്തികൾ ആ കുടുംബത്തിന്റെ മേൽ സംഭവിക്കുന്നു. ആരാധന യേശുവേ, ആരാധന യേശുവേ. ദൈവത്തിന്റെ വലിയ മഹത്വത്താൽ അങ്ങ് നിറയ്ക്കുന്നല്ലോ. വലിയ വീര്യപ്രവർത്തികളാൽ അങ്ങ് നിറയ്ക്കുന്നല്ലോ. അത്ഭുതങ്ങളാൽ ദൈവം നിറയ്ക്കുന്നല്ലോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പ. യേശുവേ. അതോടൊപ്പം തന്നെ കർത്താവിനോട് പറയും, ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് എന്നെ ആരതി എന്ന് പറയുന്ന ഒരു മകളുടെ കുടുംബത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ കുടുംബത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. കർത്താവ് എന്നെ കാണിക്കുന്ന ആ കുടുംബത്തിന് അത് രോഗിയായ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ മരണം കാർന്ന് തിന്നുവാൻ വേണ്ടി നിൽക്കുവാണ്. പക്ഷേ ഇതെന്നെ കേൾക്കുന്ന ആ വ്യക്തി ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിൽ നിന്ന് ആ വ്യക്തി രോഗസൗഖ്യത്തിലേക്ക് വരികയും ആ വ്യക്തി മുഖാന്തിരം നിങ്ങളുടെ കുടുംബം അവർ യേശു ക്രിസ്തുവിന്റെ സാക്ഷിയായി തീരുമെന്ന് പറയുന്നു. ഇന്ന് കുടുംബത്തുമായിട്ട് ബന്ധപ്പെട്ടത് ഏറ്റെടുത്തോണം. കർത്താവിന്റെ ഒരു അടയാളം കാണിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. ബ്രദറെ മുൻപേ പറഞ്ഞ പ്രിൻസി എന്ന് പറഞ്ഞ എന്റെ മരുമകളാണ് ബ്രദറെ. ഈ പറഞ്ഞ അടയാളങ്ങളെല്ലാം സിസ്റ്ററെ ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്തോണം. അമ്മ പ്രസവിച്ച് രണ്ടാമത്തെ മകളുവാ. ഏറ്റെടുത്തോണം. ആ കുടുംബത്തിന് വേണ്ടി ഒരേ ആലോചന ഒരേപോലെ വരുമ്പോൾ നിങ്ങൾ ഏറ്റെടുത്താൽ മതി. കർത്താവ് അത് വലിയ സാക്ഷ്യമാക്കി ദൈവം മാറ്റും. നന്ദി പിതാവേ. ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വലിയ മഹത്വം. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, നിങ്ങൾ ഈ സമയത്ത് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്, എന്നിട്ട് എല്ലാവരും നന്ദി പറഞ്ഞു. യേശുവേ, ഞങ്ങളുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു, കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ മഹത്വം. ഇന്നും അത്ഭുത രോഗസൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. പറയാൻ വേണ്ടിയാണ് ഇഷ്ടം മ്യൂട്ട് മാറ്റിയത്. അല്ലെങ്കിൽ എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. പറഞ്ഞു ബ്രദർ. ഒരു വിഷയം ചോദിക്കണം. പ്രജിത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിലെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സൗണ്ട് ഇതായ കാരണം ക്ലിയർ ആയില്ല, എനിക്ക് മനസ്സിലായില്ല. പ്രജിത്തിന്റെ ഭവനത്തിന് വേണ്ടി സിസ്റ്റർ അത് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ആലോചന സിസ്റ്റർ ഇതിന് ശേഷം നമ്മുടെ യൂട്യൂബിൽ അത് പോയാൽ മതി. അതിനകത്ത് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കേട്ടോ. ഞാനിപ്പോ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അതിനകത്ത് പറയുന്നുണ്ടല്ലോ, യൂട്യൂബിൽ ഇപ്പൊ അത് വന്നിട്ടുണ്ട് കേട്ടോ. ലൈവിൽ അത് വന്നിട്ടുണ്ട്. അന്നത് കേട്ടിട്ട് അവർക്ക് അത് അയച്ചു കൊടുക്കുക. സിസ്റ്റർ മാത്രം കേൾക്കുമല്ല. ഇത് ഞാൻ കൂടുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ കർത്താവിൽ ഒരു ബ്രദറിന് അത് വെളിപ്പെട്ടതാണ്. അത് നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അനർത്ഥത്തെ മാറ്റാൻ വേണ്ടി പോകുന്ന ഒരു ദൈവ ആലോചനയാണ് പറഞ്ഞത് കേട്ടോ. യേശുവെ നന്ദി കർത്താവെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഞാനൊരു ഭവനം കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. റോഡ് സൈഡിൽ നിന്നും ഇടതുവശത്തോടുള്ള ചെറിയൊരു ഇടുങ്ങിയ വഴിയിലൂടെ കയറി ഭവനത്തിലേക്ക് പോകുന്ന ഒരു വഴിയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ ചെറിയ ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴുകുന്ന ഒരു ചാലാണത്.
വെള്ളം ഒഴുകുന്ന ഒരു ചാലാണ്. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് അത് ഇച്ചിരി വിസ്താരം വരുത്തിയിട്ടുണ്ട്. അത് നടന്നു ചെല്ലുന്ന ഇടതുവശത്തോട്ടൊരു നട കയറിയിട്ടാണ് വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി കർത്താവ് എന്നെ ഇങ്ങനൊരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ വീട് സ്ഥലവും കർത്താവ് എന്നെ കാണിക്കുന്നു. മേൽത്തരമായ ഒന്നിലേക്ക് ദൈവം എന്നെ മാറ്റും. ആ ഭവനത്തിലുള്ള ചില ആളുകൾ പലതവണ ഈ സർപ്പത്തെ, പാമ്പിനെ സ്വപ്നം കണ്ട് പലപ്പോഴും ഭയപ്പെടാറുണ്ട്. പലപ്പോഴും ഭയപ്പെടുന്ന ഒരു ഭവനമാണ്. ഇന്ന് കർത്താവ് ഇവിടെ പറയുന്നു, കുടുംബത്തിന്റെ മേൽ നിന്നും സമാധാനം കർത്താവ് കൊണ്ടുവരികയും നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ മനോഹരമായ ഒരു സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി പോകുന്നു പറയുന്നു. ഭാരത്തെ ദൈവം എടുത്ത് മാറ്റുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് സൂമിലോ ലൈവിലോ ആയിക്കോട്ടെ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ആമേൻ പറഞ്ഞാട്ടെ. ഇടുക്കങ്ങളെ ദൈവം വിശാലമാക്കാൻ വേണ്ടി പോകുന്നു എന്ന് പരിശുദ്ധാത്മാവിന്റെ പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നപ്പ. അത്ഭുത സാക്ഷ്യമായി സ്വർഗം ഇന്നതിനെ മാറ്റുന്നതിന് നന്ദി പറയുന്നപ്പ. അത്ഭുത സാക്ഷ്യമായി സ്വർഗം ഇന്നതിനെ മാറ്റുന്നതിന് നന്ദി പറയുന്നപ്പ. ഇന്ന് ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചാട്ടെ. ആലോചനയെ അങ്ങ് ഉറപ്പിച്ചാട്ടെ. കർത്താവ് വലിയ പ്രവൃത്തികളാൽ നിങ്ങളെ നിറയ്ക്കുവാൻ വേണ്ടി പോകുന്നു. വലിയ സാക്ഷ്യമാക്കി കർത്താവ് തീർക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവേ നന്ദി കർത്താവേ, നന്ദി പിതാവേ, പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്കായി നന്ദി അപ്പ. അതോടൊപ്പം തന്നെ കർത്താവ് എൻ്റെ ഒരു കൊല്ലപ്പറമ്പിൽ എന്ന് പറയുന്ന ഒരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിക്കും. കൊല്ലപ്പറമ്പിൽ എന്ന് പറഞ്ഞൊരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിക്കുക. ആ വീട്ടുപേര് കർത്താവ് എന്നെ കാണിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മരിച്ച ഒരപ്പച്ചൻ്റെ ഫോട്ടോ കർത്താവ് എന്നെ കുടുംബത്തെ കാണിക്കുന്നു. നല്ല വട്ട മുഖമുള്ള ഒരപ്പച്ചൻ്റെ മുഖമാണ് ഞാൻ കാണുന്നത്. ഞാൻ ആ അപ്പച്ചൻ്റെ ഫോട്ടോയാണ് ഞാൻ ആ കുടുംബത്തിൽ കാണുന്നത്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു സ്ഥല സംബന്ധമായിട്ടുണ്ടായിട്ടുള്ള വലിയൊരു കുരുക്ക് ഇന്ന് ആ കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു മാറുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേൾക്കുന്ന ആ ഭവനം കർത്താവിൻ്റെ നാമത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അത് സ്വീകരിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ പിതാവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പറയാൻ വേണ്ടിയാണ് സിസ്റ്റർ മ്യൂട്ട് മാറ്റിയത്. ഏത് സിസ്റ്റർ, ഏത് ആലോചന? അത് ഇപ്പൊ പറഞ്ഞ ആലോചനയായിട്ട് ബന്ധപ്പെട്ടതാണോ? നിങ്ങൾ മ്യൂട്ട് മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക. ആലോചന കേട്ടതിന് ശേഷം നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ അത് ബ്രദറെ, ഹലോ, പറഞ്ഞു. നേരത്തെ ഒരു ആരതിയുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ആരതി എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഞാൻ ആ കുട്ടിക്ക് ബൈബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ കുട്ടിയോട് സുവിശേഷമൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ ചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ആ ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെ മരിച്ച പോലെയായിട്ടൊക്കെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോവുക. ആദ്യമൊക്കെ അവര് കുറെ പ്രാർത്ഥനയിൽ വരും, പിന്നെ അവർ വീണ്ടും അതൊക്കെ മാറുമ്പോ വീണ്ടും അമ്പലത്തിലേക്ക് പോകും. അങ്ങനെ നിൽക്കുന്ന ഒരു കുടുംബമാണ് അവരുടെ. സിസ്റ്ററെ, ഈ ആലോചന ഈ യൂട്യൂബിൽ ഇന്ന് കേട്ടത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഇത് കേൾക്കാൻ പറയണം. കർത്താവ് പറഞ്ഞത് ആ വ്യക്തിയുടെ മരിക്കുവാൻ തക്കവണ്ണമുള്ളൊരു രോഗവിവശയമാണത്. അതിൽ നിന്നും യേശു സൗഖ്യമാക്കുകയും കർത്താവിന്റെ നാമത്തിൽ അത്ഭുതമാക്കുകയും ചെയ്യുമെന്നാണ് ആലോചന. അവരോട് പറയണം ഇത് കേൾക്കുക. ഈ പറയുന്ന ആരതിയും സിസ്റ്റർ പറഞ്ഞേക്കുന്ന ഈ കുടുംബത്തിൽ രോഗിയായിട്ടുള്ള ഒരാളുണ്ടെന്നുള്ള കാര്യം വല്ലോ എന്നോടോ നമ്മുടെ പ്രാർത്ഥന ഉള്ള ആരോടെങ്കിലും സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടോ? ഈ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതും കൂടെ അവരെ കേൾപ്പിക്കണം. അവർക്കറിയാത്ത ഒരു വ്യക്തി കർത്താവ് കാര്യങ്ങളെ വെളിപ്പെടുത്തി പറയുമ്പോൾ നിങ്ങളത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം അയ്യോ എനിക്ക് വിശ്വസിക്കായിരുന്നു, നഷ്ടപ്പെട്ടതിന് ശേഷം അയ്യോ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതെന്ന് പറയാനല്ല. ഇതിങ്ങനെ കേൾപ്പിച്ചിട്ട് പറയണം കർത്താവായ യേശു നിങ്ങളെ സൗഖ്യമാക്കും. വചനത്തിലും പ്രാർത്ഥനയിലും ഈ ദിവസങ്ങളിൽ ബലപ്പെട്ടാൽ പൂർണ്ണമായും വിടുതൽ ഉണ്ടാകുന്നോട് പറഞ്ഞാൽ മതി കേട്ടോ സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററെ കർത്താവ് ഉപയോഗിക്കുന്നു, കർത്താവ് പറഞ്ഞത് കേട്ടോ. നിങ്ങളെ ദൈവം ഉപയോഗിക്കും. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ബ്രദർ ഒരു വോയിസ് ഇട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനെ ഫോണിലേക്ക് ഇങ്ങനെ വേറെ മെസ്സേജുകൾ വരുന്നത്? അത് എന്റെ ഫോണിലേക്ക് മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഹരി എന്നാണ് പറഞ്ഞ ഒരാളാണ് അത് ഇട്ടുള്ളത് മെസ്സേജ്. ഞാനിപ്പോ അത് ബ്രദറിന്റെ വോയിസ് ഞാൻ ഇപ്പഴാ കേട്ടത്. ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല സിസ്റ്റർ. ഞാൻ ആ വ്യക്തിയെ ഒരിക്കലും നമ്മൾ വിരോധമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ആ വ്യക്തി ഉപയോഗിച്ച വചനത്തിലൊക്കെ നല്ലതാണ്. പക്ഷെ ആ ടേമാണ് നമ്മുടെ പേരോ പ്രാർത്ഥന കൂട്ടായ്മയോ ഉപയോഗിച്ചത് കൊണ്ടാണ്. കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥിക്കാം, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. വലിയ പ്രവൃത്തികളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കും. വാൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ പറഞ്ഞു. ബ്രദറെ, ഇന്നലെ യൂട്യൂബിൽ ബ്രദർ പറഞ്ഞായിരുന്നു ഒരാലോചന.
മോഹനൻ എന്ന് പറയുന്ന ഒരു പിതാവിനെ ദൈവം സ്പർശിക്കുന്നു. അവർക്ക് 2 തലമുറയുണ്ട്. ഒരു ആൺ തലമുറയെ പിശാച് ചെറുപ്പം മുതൽ അവനെ നശിപ്പിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. അവനത് ഇന്നലെ തന്നെ മാറിപ്പോകുമെന്ന് പറഞ്ഞായിരുന്നു. അത് ഞങ്ങളുടെ കുടുംബമാണ്. എന്റെ ഭർത്താവിന്റെ പേര് മോഹനൻ. 2 കുട്ടികളുണ്ട്. അതിലൊരു ഇളയാള് മോനാണ്. അവന് വേണ്ടി പ്രത്യേകം വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം. അവനെ നശിപ്പിക്കാൻ നോക്കുന്ന സകല പിശാചുകളിൽ നിന്നും കർത്താവ് അവനെ വിടിവിക്കുവാൻ വേണ്ടി പോകുന്നു. ദൈവം അവനെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ യേശുവേ, അങ്ങയുടെ കൃപയ്ക്കായി വാഴ്ത്തുന്നു, കൃപയ്ക്കായി വാഴ്ത്തുന്നു. ഇപ്പോൾ ഈ നിമിഷം തന്നെ എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഇന്ന് എൻ്റെ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് അല്പനേരം ദൈവസന്നിധിയിൽ ഇന്ന് രോഗസൗഖ്യം, എനിക്കറിയാം സമയം ഇച്ചിരി മുന്നോട്ട് പോയി. ഇന്ന് കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ വലിയ പ്രവൃത്തികളെ ചെയ്യും. വലിയ കാര്യങ്ങളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കും. വലിയ പ്രവൃത്തികൾ നമുക്കിന്ന് അനുഭവിക്കുവാൻ സ്വർഗം നമ്മളെ ഇടയാക്കും. എൻ്റെ കൂടെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് വിശ്വാസത്തോടെ ചില നിമിഷങ്ങൾ ഇന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് എൻ്റെ ജീവിതത്തിൽ അങ്ങ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങൻ്റെ അത്ഭുതമാണ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ചിട്ട് പറഞ്ഞ്, യേശുവേ, അങ്ങൻ്റെ രോഗത്തെ വഹിച്ചതാണ്, അങ്ങൻ്റെ വേദനകളെ ചുമന്നതാണ്, അങ്ങയുടെ മുറിവ് എൻ്റെ ആരോഗ്യമാണ്, അങ്ങ് മുറിവേറ്റത് എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. ഞാൻ സൗഖ്യമാകേണ്ടതിന്, ഞാൻ അത്ഭുതമാകേണ്ടതിന് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. എൻ്റെ കർത്താവ് എൻ്റെ വേദനകളെ വഹിച്ചു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് വിശ്വസിച്ച് കർത്താവ്, ഇന്ന് ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്, ഇതെൻ്റെ അത്ഭുതത്തിൻ്റെ സമയമാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പോൾ രോഗത്താൽ ഭാരപ്പെടുന്നവർ, തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ, ഈ സമയത്ത് ഏതെങ്കിലുമൊക്കെ രോഗികളായി അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൈയെടുത്ത് വെച്ച്, ഈ സമയം കടഭാരത്താൽ പോകുന്നവർ, വേദനയിൽ ഭാരപ്പെടുന്നവർ, കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് തകർച്ചയിലൂടെ കടന്നു പോകുന്നവർ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ സമയം തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറഞ്ഞ്, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, യേശുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ആരോഗ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം, ഇന്ന് കേട്ട വചനം, ക്രൂശിൻ്റെ വചനം, നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമെങ്കിൽ രക്ഷിക്കപ്പെടുന്ന, 1 കൊരിന്ത്യർ 1:18 പറയുന്നു, രക്ഷിക്കപ്പെടുന്ന എനിക്ക് കർത്താവിൻ്റെ ശക്തിയാണ്, യേശുവിൻ്റെ ശക്തിയാണ്. ഇപ്പോൾ എൻ്റെ രോഗങ്ങൾ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വേദനകൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ കടഭാരത്തിൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ഞെരുക്കങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ ഭാരങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ അകത്തുണ്ടാകുന്ന കലഹങ്ങൾ, സമാധാനമില്ലാത്ത അവസ്ഥകൾ, തലമുറകളുടെ അടഞ്ഞ ഭാവികൾ, എൻ്റെ മുഴുവൻ വിഷയങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ, എൻ്റെ കൂടെ പറയണം, അത്ഭുത സാക്ഷ്യമാണ്, അത്ഭുത സാക്ഷ്യമാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മേൽ സൗഖ്യത്തെ ഞാൻ ഏറ്റെടുക്കുന്നപ്പോൾ, രോഗസൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്, അനുഗ്രഹം എൻ്റെ അവകാശമാണ്. ഞാൻ തകർന്നു പോകത്തില്ല, ഞാൻ നശിച്ചു പോകത്തില്ല. കർത്താവിനാൽ ഞാൻ അത്ഭുത സാക്ഷ്യമായി തീരുന്നു. ഈ നിമിഷം തന്നെ എൻ്റെ ശരീരത്തിൽ ഞാൻ കാണുകയാണ്. ആ കൈയെടുത്ത് വെച്ച്, രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച്, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭാരത്തിലോ വിഷമത്തിലോ ഇരിക്കുന്ന വ്യക്തിയാണ്, ഇത് ഏത് വലിയ പ്രാർത്ഥനാ വിഷയമായിക്കോട്ടെ, സ്വന്തം ശരീരത്തോട്ട് കൈയെടുത്ത് വെച്ചിട്ട് പറ, ഞാൻ ഇന്നൊരു അത്ഭുതം കാണാൻ വേണ്ടി പോവുക, ഇന്ന് ഞാൻ സൗഖ്യമാകുകയാണ്, ഇപ്പോൾ ഞാൻ സൗഖ്യമാകുകയാണ്, എനിക്ക് ചെയ്യാൻ പറ്റാത്തതെല്ലാം ഞാനിപ്പോൾ ചെയ്യും, എനിക്ക് എന്താണോ ബുദ്ധിമുട്ട് അതെല്ലാം എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യുന്നു. അത്ഭുതകരമായ സാക്ഷ്യമായി ഞാൻ മാറുന്നു, അത്ഭുതകരമായ സാക്ഷ്യമായി ഞാൻ തീരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ, അത്ഭുത സാക്ഷ്യങ്ങൾ അവരുടെ മേൽ സംഭവിക്കട്ടെ, എല്ലാ തകർച്ചകളും മാറിപ്പോകട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ തിരുമുറിവിനാൽ ദിവ്യ ആരോഗ്യവും ദീർഘായുസ്സും അവരുടെ മേൽ ഉണ്ടാകട്ടെ.
അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ അത്ഭുതം കർത്താവ് ചെയ്തിരിക്കുന്നു. സാമ്പത്തിക ഞെരുക്കങ്ങളുടെ മേൽ വലിയ വഴികൾ തുറന്നിരിക്കുന്നു. ദൈവം വലിയ വിശാലത തന്നിരിക്കുന്നു. കുടുംബത്തിന്റെ മേൽ സമാധാനത്തെ കർത്താവ് തന്നിരിക്കുന്നു. ഇത് സാക്ഷ്യത്തിന്റെ സമയമാണ്. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ബൈബിൾ പറയുന്നത് പോലെ തന്നെ ശക്തനായവൻ വലിയവ ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ നാമം പരിശുദ്ധം തന്നെ. നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം, നന്ദിയോടെ കർത്താവിനെ വാഴ്ത്താം. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയുവാനുള്ളവരുണ്ടെങ്കിൽ മൈക്കുകളൊക്കെ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാനുള്ള അവസരമാണ്. ആരെങ്കിലും ഉള്ളവരുണ്ടെങ്കിൽ പ്രാർത്ഥനാ വിഷയമല്ല, ഒരേ ആലോചന, ഒരേപോലെ ഇടപെട്ടവർ നിങ്ങൾ പറയണ്ട, ഏറ്റെടുത്താൽ മതി. ഈ സമയത്ത് ആരെങ്കിലും പറയാനുള്ളവരുണ്ടെങ്കിൽ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ, ഹലോ പറഞ്ഞു ബ്രദറെ, പറഞ്ഞു ബ്രദറെ ഓരോരുത്തർ പറയണേ. ബ്രദറെ ഹലോ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. ആ പറഞ്ഞു. എന്റെ മോൾക്കാണെങ്കിൽ ഒരു മാസത്തിന് മുമ്പേ അവിടെ ഈ മാറിന്റെ സൈഡിൽ ഒരു മുഴ വെളിപ്പെട്ടു ബ്രദറെ. ഒരു മാസമേ ഉള്ളായിരുന്നു. അങ്ങനെ ആദ്യമൊന്നും വേദന വന്നു, ഞങ്ങൾ കാര്യമാക്കില്ലായിരുന്നു. ഈ മാറിന്റെ സൈഡില്, നെഞ്ചിന്റെ സൈഡില് ബ്രദറെ. അപ്പം ഞങ്ങള് ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ട് വെച്ചോണ്ടിരുന്നു ബ്രദറെ. അത് കുഴപ്പമൊന്നുമില്ല. വീണ്ടും അവൾക്ക് അതുപോലെ ജോലി ചെയ്തപ്പോ വീണ്ടും ആ വേദന വന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അവർ പറഞ്ഞത് മുഴയാണ്, അതിനകത്തുനിന്ന് ബയോസിക്ക് അയക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കുത്തിയെടുത്തപ്പോ അത് കുത്തൊന്നും കൊള്ളുന്നില്ല, ഒന്നും കിട്ടിയില്ല ബ്രദറെ. എന്നാലും അവരെന്തോടെ കുത്തി എടുത്ത് ബയോസിക്ക് അയച്ചു. ഉടനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു ബ്രദറെ. MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്ത് ബ്രദറെ. സ്കാൻ ചെയ്തുകൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ മുഴയാണെന്ന് പറഞ്ഞു. 2 സെന്റിമീറ്റർ ഉണ്ട് മുഴ, അത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഉടനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മോൾക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു 23-ാം തീയതി മാസം. 23 എക്സാം ഉണ്ട്, ബുധനാഴ്ച മറ്റന്നാളിൽ. അപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ എക്സാം ഉണ്ട് മോൾക്ക്, അതുകൊണ്ട് ഡോക്ടറെ അത് കഴിഞ്ഞിട്ട് ചെയ്യാ എന്ന് പറഞ്ഞു ബ്രദറെ. എന്നിട്ട് ഞങ്ങള് തിരിച്ച് വീട്ടിൽ വന്ന് മോൾക്ക് ഗുളിക മരുന്ന് കൊടുത്തിട്ട് മരുന്നൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞത് മാറി പോത്തില്ല, എടുത്ത് കളയണം ബ്രദറെ. അങ്ങനെ ഞങ്ങൾ ഇന്നത് തിരക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ തിരിച്ച് വീണ്ടും പോയി. എന്നത്തേക്ക് അത് ചെയ്യാൻ ഒക്കൊന്നും പണ്ട്. അപ്പൊ ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്രദറെ. യേശുവോട് തിരുമുറുന്നാൽ പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യം, മുഴ മാറിപ്പോയതിനായ സൗഖ്യം. ഞങ്ങൾക്ക് വീട്ടിലാണ്, മോൾ അവിടാണ്. മോളോട് എപ്പോഴും ഞാൻ പറയും കൈവച്ച് പ്രാർത്ഥിക്കണം. ഞാനും ഈ സൂമി കേൾക്കുമ്പോഴെല്ലാം അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്രദറെ. പക്ഷെ ഇന്ന് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഇന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോ അവൾക്ക് മുഴയില്ല, ഒന്നുമില്ല ബ്രദറെ. ആ റിസൾട്ട് കിട്ടുന്നത് ഒന്നും കിട്ടിയിട്ടുമില്ല, എല്ലാം നോർമലാണ്. ഓപ്പറേഷൻ ഒന്നും വേണ്ടാന്ന്. ഇത് വലിയൊരു അത്ഭുതമാണ്. ആമേൻ. ഇത് വലിയൊരു അത്ഭുതമാണ് സിസ്റ്റർ പറഞ്ഞത്. നിങ്ങൾ കേട്ടല്ലോ ഒരു സാക്ഷ്യം. കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യത്തിൽ നന്ദി. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കൊച്ചിന്റെ ഉള്ളത്തിൽ മാറിലൊരു ബ്രസ്റ്റ് ഒരു മുഴയുണ്ടായിരുന്നു. എത്ര 2 സെന്റിമീറ്റർ അല്ലേ സിസ്റ്റർ? ഓക്കെ, 2 സെന്റിമീറ്റർ അല്ലേ സിസ്റ്റർ? 2 സെന്റിമീറ്റർ നീളമുള്ള ഒരു മുഴയുണ്ടായിരുന്നു. വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞത്. അത് ഡോക്ടറുടെ മുമ്പിൽ കാണിച്ചു. അത് അവർ ബയോപ്സിക്ക് വേണ്ടി അയച്ചു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ അല്ലാതെ വേറൊരു മാർഗമില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ സഹോദരങ്ങൾ വിശ്വസിച്ചു. കർത്താവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് വിശ്വസിച്ചു. തുടർച്ചയായിട്ട് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ 2ാമത് ഡോക്ടറെ കാണിച്ച് ചെക്കപ്പ് ചെയ്തപ്പോഴേക്കും ആ മുഴ അവിടെ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, മുഴ ഓപ്പറേഷൻ കൂടാതെ മാറത്തില്ലെന്ന്, ഇനി എൻ്റെ അകത്ത് മരുന്നില്ലെന്ന് പറഞ്ഞതാണ്. പക്ഷെ പ്രിയ സിസ്റ്റർ പറഞ്ഞു അവിടെ മുഴയില്ല. കർത്താവ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പ വലിയ അത്ഭുതമാണ് ഇപ്പൊ കർത്താവ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഡോക്ടർ പറഞ്ഞതാണ്, അത് ചെറിയ തടിപ്പൊന്നുമല്ല, അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. എത്ര 2 സെന്റിമീറ്റർ അല്ലേ സിസ്റ്ററെ? 2 സെന്റിമീറ്റർ. ഓ സ്വോത്രം. കർത്താവ് ഇന്ന് അത് അത്ഭുതം ചെയ്തതിന് നന്ദി. റിപ്പോർട്ട് കൊണ്ട് കാണിച്ചിട്ടാണ് പറഞ്ഞത്. ഓ സ്വോത്രം. വലിയ അത്ഭുതം, വലിയ അത്ഭുതത്തിന് നന്ദി. ഇനി സിസ്റ്റർ അനേകരോട് പറയണം, കർത്താവ് ചെയ്തത് പറയണം. ഞങ്ങളെ സൗഖ്യമാക്കിയ യേശു തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൗഖ്യം തരുമെന്ന് പറയണം. ഗോഡ് ബ്ലസ് യു. സൗഖ്യം നമ്മുടെ അവകാശമാണ്, അത്ഭുതം നമ്മുടെ അവകാശമാണ്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് പ്രവർത്തിച്ച കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ ബ്രദറെ, എന്റെ പേര് നീന പീറ്റെന്നാണ്. ഞാൻ കോട്ടയത്ത് കിടപ്പിൽ താമസിക്കുന്നു. അപ്പൊ ബ്രദർ പറഞ്ഞ ആലോചന ശരീരം മുഴുവൻ ചൊറിച്ചിലിന്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരു വേദനയിലൂടെ ഞാനൊരു 3 മാസത്തോളമായിട്ട് ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ബ്രദറെ. വല്ലാത്തൊരു അനുഭവമായിരുന്നു. എനിക്ക് പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ചില സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ വളരെയേറെ ഭാരത്താല്
ആയിരുന്നു. ഓരോ ദിവസവും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴേ, രോഗസൗഖ്യത്തിന്റെ വചനം പറയുമ്പോഴേ ഞാൻ എന്റെ ശരീരത്തിന്മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇത് ഏറ്റെടുത്തിരിക്കുന്നു ബ്രദറെ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുതം ചെയ്യും സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. സ്വീകരിച്ചാട്ടെ. സൗഖ്യത്തെ കർത്താവ് ചെയ്യും കേട്ടോ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ ഓക്കെ പറഞ്ഞോട്ടെ. സ്തോത്രം ബ്രദറെ. പറഞ്ഞു. ആരതി എന്ന് പറഞ്ഞ എന്റെ ഇളയ മോളാണ്. അവളുടെ അച്ഛനെ ആക്സിഡന്റ് ആയിട്ട് കാലൊടിഞ്ഞ് തലയ്ക്കൊക്കെ ഒരുപാട് മുറിവുണ്ടായിരുന്നു. അങ്ങനെ കിടക്കുന്നു. അത് ഇന്ന് ഞാൻ സിസ്റ്റർ ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്തു സിസ്റ്റർ. കർത്താവ് അതിന്റെ മേൽ വലിയ സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഹലോ ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ. കേൾക്കുന്നുണ്ട്. പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ട് സിസ്റ്റർ. പറഞ്ഞു. ഞാൻ ഇച്ചിരി മുമ്പ് ബ്രദർ ഒരു ആലോചന പറഞ്ഞ് കൊല്ലംപറമ്പിൽ എന്നുള്ള വീട്ടില് ഭിത്തിയിലൊരു മരിച്ച വ്യക്തിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ, പിന്നെ അതിന് മുമ്പേ പറഞ്ഞ ആ ഒരു വീട്ടില് അയ്യങ്കാളിയിലെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് രണ്ടും ഒരു വീട്ടില് എന്റെ മകളെ കൊടുത്തേക്കുന്ന വീട്ടിലാണ്. അവർക്ക് പെരയൊക്കെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അത് അവർക്ക് കിട്ടാത്ത ഒരു പവനും പണിയാൻ പറ്റാത്ത ഒരവസ്ഥയിലും ഒത്തിരി മകള് വിഷമിച്ച് ഇരിക്കുന്ന ഒരവസ്ഥയാണിപ്പം. പിന്നെ ശനിയാഴ്ച 19-ാം തീയതി ഒരു ദൈവാലോചന പറഞ്ഞായിരുന്നു. അത് 2 വിഷയങ്ങളായി പറഞ്ഞ്. ഒന്ന് ഒരു ബാങ്കുമായിട്ടുള്ള ഇത്, ബാങ്കിന്റെ ഒരു കലണ്ടർ ഒരു വീട്ടിലിരിക്കുന്നത്, പിന്നെ 3 കൂട്ടുകാരികൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കൂട്ടുകൂടി നടന്ന് അതിന്റെ ഒരാൾ മരിച്ചു പോയതും, ഒരാളിപ്പോ രോഗിയായിട്ടിരിക്കുന്നതും, ഒരാളിപ്പോ നല്ല ഇതിലിരിക്കുന്ന, അതില് ഒരു മാതിരി ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നത് ഇപ്പം ഞാൻ മാത്രമാണ്. എൻ്റെ ഒരു കൂട്ടുകാരി മരിച്ചുപോയി. 33 വർഷത്തോളായി. ഇനി ഒരു കൂട്ടുകാരി ഇപ്പൊ രോഗിയായിട്ടിരിക്കുന്ന. അങ്ങനെ ഈ 4 ആലോചനകള് ഞാൻ ഏറ്റെടുക്കുന്നു ബ്രദറെ. ആമേൻ. കർത്താവ് ഇന്ന് തൊട്ടതാണ്. പ്രിയസ് പറഞ്ഞ പോലെ തന്നെ കൊല്ലംപറമ്പിൽ നിന്ന് ഒരു വീട്ടുപേര് കാണിച്ചു. അതിന്റെ അകത്ത് ഉണ്ടായിരുന്ന ചില അടയാളങ്ങളെ കർത്താവ് വെളിപ്പെടുത്തിയ കുടുംബത്തിന്റെ മേൽ കർത്താവ് വലിയൊരു പ്രവൃത്തിയെ ചെയ്യാൻ വേണ്ടി പോകും. ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ ഭവനത്തെ, നിങ്ങളെ, നിങ്ങളുടെ അവസ്ഥകളെ, നിങ്ങളുടെ വീടിനെയും എല്ലാ ചുറ്റുപാടിനെയും കർത്താവിനറിയാം. പരിശുദ്ധാത്മാവ് തന്റെ പ്രവചന ആലോചനകളിലൂടെ നിങ്ങളെ തൊടുവാണ്. ഏറ്റെടുത്തോണം. ആ തലമുറകളുടെ വിഷയത്തെ, ആലോചനകളെ മുറുക്കെ പിടിച്ചോണം. ദൈവം അത്ഭുതകരമായ സാക്ഷ്യമാക്കാൻ വേണ്ടി പോകുന്നു, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഹലോ ബ്രദറെ. പറഞ്ഞു. ഞാനിത് ഈ ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ പിന്നെയും ഞാൻ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് മ്യൂട്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി. കാര്യം ഒരേപോലെ വരുമ്പോൾ സൗണ്ട് ബ്രേക്ക് ആകുന്നതുകൊണ്ടാണ് ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു മിസ്റ്ററെ. ഹലോ ബ്രദറെ. എനിക്ക് 2 ദിവസം 3 ദിവസമായിട്ട് എന്റെ തലയ്ക്കകത്ത് കൊത്തി വലിക്കുന്ന ഒരു വല്ലാത്ത വേദന. ഫ്രൈഡേയിലൊക്കെ പള്ളിയിൽ പോകുന്ന രാവിലെ എഴുതുകയും ഭയങ്കര തലയ്ക്കകത്ത് വേദന, കൊളുത്തി വലിക്കുന്ന പോലായിരുന്നു. ഞാൻ വചനം പറഞ്ഞിരുന്നു പ്രാർത്ഥിച്ചു. 1 മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ചർച്ചിൽ പോയതൊക്കെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്ന് കഴിഞ്ഞിട്ട് അന്നേരം ഞാൻ മാറി. പക്ഷെ വേദന, ബുദ്ധിമുട്ട്, പിന്നെ ക്ഷീണമായിരുന്നു. ഈ മിനിഞ്ഞാന്ന് ബ്രദറിന്റെ പ്രാർത്ഥന, ശനിയാഴ്ച വൈകിട്ടത്തെ പ്രാർത്ഥനയില് ബ്രദർ സിസ്റ്റർ കേൾക്കാൻ പറ്റുന്നില്ല. ഓഡിയോ കട്ടായി പോയല്ലോ. പൊതുവായ പെടലിക്കോട്ട് വേദന ഇറങ്ങി. അതെടുത്ത സൈഡില്, വലത്ത് സൈഡിലെ കൈക്ക് ഭയങ്കര ഒരു രീതിയിൽ എനിക്കിരിക്കാൻ മേലാത്ത ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാൻ ആ പ്രെയർ കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് ബ്രദർ പ്രാർത്ഥിച്ചതിന് പറഞ്ഞിരുന്നു, ഈ വേദന, ഈ തലയിൽ നിന്ന് വേദന ഇറങ്ങുന്ന ഞരമ്പിന്റെ ബുദ്ധിമുട്ട് മാറിപ്പോകുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ആ നിമിഷം മുതൽ എന്റെ തലയുടെ ആ കുളുത്തി വലി മാറി, ആ കൈയുടെ കഴപ്പ് മാറി. അത്ഭുതകരമായിട്ട് ഇന്നലെ ഇന്നും എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായില്ല. എനിക്ക് അത്ഭുതകരമായ ഒരു വിടുതലാണത്. എനിക്ക് വല്ലാത്ത എന്നാ ക്ഷീണം എനിക്കിപ്പോഴും ഉണ്ട്. എന്നാ തലയിലാണെങ്കിൽ കൈ വെക്കുമ്പോഴൊക്കെ തലയ്ക്ക് പുറമെ വെക്കുമ്പോ വേദനയുണ്ട്. പുറമെ
അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. എങ്കിലും എനിക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ടിൽ നിന്നും എന്നെ വിടുവിച്ചു. എന്റെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ബ്രദർ അത് പറയുകയും ചെയ്തു ആലലുകയിലൂടെ. അതിന്റെ ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് ഞാൻ അറിയിക്കുന്നു. കർത്താവ് അങ്ങ് പ്രിയമകളെ തൊട്ട് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. ദൈവം അത്ഭുതം ചെയ്തതിന് നന്ദി. പിന്നെയും കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസിക്കുക. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കുന്ന സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തോ പറഞ്ഞു ബ്രദറെ, പറഞ്ഞു ഇന്നലെ സിസ്റ്ററെ. യൂട്യൂബിലെ വത്സലയുടെ മോളെ തൊടുന്നും പറഞ്ഞിരുന്നു ബ്രദറെ. അത് ഞാനാണ്. എന്റെ പേര് മിനി ശശികുമാർ എന്നാണ്. അമ്മ, ഞാൻ ഈ സൂമിലുണ്ട്. ഓ, ഞാൻ യേശുവിന്റെ ഏറ്റെടുക്കുന്നു നാമത്തിൽ ബ്രദറെ. സിസ്റ്ററെ, ആ പ്രവചന ആലോചന വരുമ്പോൾ തന്നെ ചാടി പിടിച്ചോണം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് മകളെ അനുഗ്രഹിക്കാൻ വേണ്ടി പോവാന്നാ പറഞ്ഞത്. ഏറ്റെടുത്തോണം. വലിയ സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാ കേട്ടോ. പ്രതീക്ഷിച്ചിരുന്നോണം. വലിയൊരു അനുഗ്രഹം കർത്താവ് തുറക്കാൻ വേണ്ടി പോവാ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് ഹലോ യു. ബ്രദർ. പറഞ്ഞു. ഹലോ കേൾക്കുന്നുണ്ട് ബ്രദറെ, സിസ്റ്റർ. എന്തോ ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ ഈ സൂം മീറ്റിംഗ് ഡിസംബർ തൊട്ടാണ് ഞാൻ കേൾക്കാൻ തുടങ്ങിയത്. എന്റെ പേര് സുമ ജോസ് എന്നാണ്. എനിക്ക് ബാക്ക് പെയിൻ, ഭയങ്കര ബാക്ക് പെയിൻ ആയിരുന്നു. എനിക്ക് ജോലി ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. കുറച്ചു നേരം കസേരയിൽ ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ എന്റെ ജോലി നിർത്തി. പിന്നെ ബ്രദറിന്റെ മീറ്റിംഗ് കേൾക്കാൻ തുടങ്ങിയ പിന്നെ ഞാൻ പുറത്ത് ഇങ്ങനെ ഒരു വൺ സൈഡില് കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥിച്ച് 2 ദിവസം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ രോഗസൗഖ്യന്റെ അവകാശമാണ്, അങ്ങനെ വചനമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ഇപ്പൊ എനിക്ക് ആ ബാക്ക് പെയിൻ ഇല്ല. എനിക്ക് ആദ്യം തുണി തോരിയിടാനോ അടുക്കളയിൽ കുറച്ച് പണി ചെയ്യാനോ പാത്രം കഴുകാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. അപ്പോഴേക്കും ഞാൻ വന്ന് കിടക്കും. അതുപോലെയുള്ള ബാക്ക് പെയിൻ ആയിരുന്നു എനിക്ക്. ഇത് ഒത്തിരി വർഷമായിട്ട് എൻ്റെ ചെറിയ കൊച്ചിന്റെ ഡെലിവറി ആയ പിന്നെ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അത് പിന്നെ അങ്ങനെ ഞാൻ മരുന്നൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നു. ഇപ്പൊ എനിക്കത് മരുന്നിലൊന്നും എനിക്ക് മാറുന്നില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ച് എനിക്കിപ്പോ ദൈവം സൗഖ്യം തന്നു. എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റർ? എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു? ബാക്ക് പെയിൻ എനിക്ക് 22 വർഷമായിട്ടുണ്ടായിരുന്നു. ഓ, ഇത് വലിയൊരു അത്ഭുതമാണ്. 22 വർഷമായിട്ടുണ്ടായിരുന്ന ബാക്ക് പെയിൻ ആണ് കർത്താവ് ഇന്ന് പ്രിയ സിസ്റ്ററെ സൗഖ്യമാക്കിയത്. വലിയൊരു സാക്ഷ്യമാണ്. എന്നാലോചിച്ച് നോക്കിയ കർത്താവിന്റെ സുവിശേഷം എത്രയോ ആൾക്കാർ അനുഗ്രഹമാണെന്ന്. ഇന്ന് സിസ്റ്ററെ, എങ്ങനെ സിസ്റ്റർ ഈ പ്രാർത്ഥനയിലേക്ക് വന്നത്? യൂട്യൂബിൽ നിന്നാണോ അതോ ഈ ഞാനത് പ്രാർത്ഥനയിലേക്ക്? യൂട്യൂബിൽ ഒരു പ്രാവശ്യം ഞാൻ അത് കണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ പരിചയമുള്ള ഒരു ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു ഇതുപോലെ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കിയപ്പോ കണ്ടു. പിന്നെ ചേച്ചി എനിക്ക് ലിങ്ക് അയച്ചു തന്നു. ആമേ, നിങ്ങൾ ഈ ഷെയർ ഒക്കെ അയച്ചു യൂട്യൂബിലും ഒക്കെ ഫേസ്ബുക്കിലും സൂമിന്റെ ലിങ്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇത് ഷെയർ ചെയ്യുന്നവർ. കാരണം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു വ്യക്തി ആ വചനം കേൾക്കുമ്പോൾ ആ രോഗസൗഖ്യം അവർക്ക് അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ ഡോറാണ് നിങ്ങൾ തുറക്കുന്നത്. ഇന്ന് പ്രിയസ്റ്റർ 22 വർഷം ഉണ്ടായിരുന്ന ഒരു ബാക്ക് പെയിൻ, അത് കർത്താവിന്റെ സുവിശേഷം യൂട്യൂബിലോ അത് അയച്ചു കൊടുത്ത ആൾ ആരാണോ ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കും. കാരണം ഇന്ന് സൗഖ്യം, ഇന്ന് സൗരി പറഞ്ഞ അത്രയും സ്ട്രഗിൾ ഉള്ള ആളായിരുന്നു. 22 വർഷമായുള്ള അനുഭവിക്കുന്ന വേദനയായിരുന്നു. യേശു സൗഖ്യമാക്കി. അതിനൊരു മുഖാന്തിരം. അതുകൊണ്ട് ഇനിയും ഷെയർ ചെയ്യുക, കർത്താവിലേക്ക് വചനം കൊടുക്കുക. തകർന്ന ഭവനങ്ങളിൽ യേശുവിന്റെ സാക്ഷിയാകുവാൻ ഇതൊരു അവസരമാണ് നിങ്ങൾക്ക്. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇത് അനേകരോട് പറയണം കേട്ടോ. എന്നെ സൗഖ്യമാക്കി യേശു. ഇന്നു മുതൽ ആരെ കണ്ടാലും പ്രാർത്ഥിച്ചോണം, ധൈര്യത്തോടെ പ്രാർത്ഥിച്ചോണം. പ്രതിഫലം ദൈവം തരും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? സാക്ഷ്യം പറയാനുണ്ട്. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. എന്റെ കൈയുടെ ഷോൾഡർ, ഞാൻ മോനോട് പറഞ്ഞല്ലേ, വലിയൊരു 6 അടി താഴ്ചയിലോട്ടൊരു ഇതിലോട്ട് വീണതാന്നു. അവിടുന്ന് ജനങ്ങൾ എന്നെ വലിച്ചു പൊക്കി എടുക്കുമായിരുന്നു. ദൈവം തമ്പുരാൻ സഹായിച്ച് കൈയുടെ ഷോൾഡർ ഇളക്കി. അത് മാത്രമുള്ള കുഴപ്പമേ ഉള്ളൂ. എനിക്ക് അവിടെ ഒരു പൊട്ടലുണ്ട്. അതെനിക്ക് സന്ധ്യയാകുമ്പം തൊട്ട് കൈ മടക്കി വെക്കാൻ വയ്യാത്ത വേദനയാ. പക വലിയ കുഴപ്പമൊന്നുമില്ല. സന്ധ്യയാകുമ്പോ മുതല് കൈക്കും ഷോൾഡറിനും എല്ലാം അങ്ങ് വേദന തുടങ്ങും. ആ വിഷയം വെച്ച് മോനൊന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ അമ്മച്ചി, ഇന്ന് മുതൽ അമ്മച്ചി കൈവച്ച് പറഞ്ഞോണം, കർത്താവിന്റെ തിരുമുറിവിനാൽ എൻ്റെ രോഗം സൗഖ്യമായിരിക്കുന്നു. എൻ്റെ ഈ പൊട്ടല് യേശു ക്രൂശിൽ വഹിച്ചതാണ്. എൻ്റെ വേദന യേശു വഹിച്ചതാണ്. ഞാൻ ഇനി രോഗി അല്ല. യേശുവിന്റെ നാമത്തിൽ അത് പറയുമ്പോൾ തന്നെ അമ്മച്ചി അത് കണ്ടിരിക്കും. അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കും കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ?
ബ്രദറെ എനിക്കൊരു സാക്ഷ്യമുണ്ട് ബ്രദറെ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയായപ്പം വെള്ളം നല്ല പോലെ തിളച്ച് വെള്ളം ഫ്ലാസ്കിലോട്ട് ഒഴിച്ചപ്പോ ആ വെള്ളം ഫ്ലാസ്കിലല്ല വീണത്, എന്റെ കൈയുടെ പുറത്തോട്ടാ. 4 വിരലിലും അങ്ങ് തിളച്ച മറിഞ്ഞ വെള്ളമാ എന്റെ 4 വീണ്. എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന. ഞാൻ പൈപ്പ് തുറന്ന് കൈ അങ്ങോട്ട് കാണിച്ചു, തണുപ്പടിച്ച്. അപ്പോഴൊന്നും അത് വേദന മാറുന്നു. ഹലോ, കേൾക്കുന്നുണ്ട് സിസ്റ്റർ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. അപ്പോഴും വേദന മാറുന്നില്ല. പിന്നെ ഞാൻ എനിക്ക് അപ്പം എന്റെ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു പിണ്ടിപിരിയൊക്കെ ഒഴിക്കാൻ. അതൊന്നും ഉടനെ ഒക്കുന്നില്ല, എനിക്ക് ഭയങ്കര വേദന. അപ്പൊ എളുപ്പം തേനെടുത്ത് വരുത്തി. എനിക്ക് വേദന മാറുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഈ വചനം പറഞ്ഞു. 2 മണിക്കൂർ നേരം ഈ വേദന അനുഭവിച്ചു. വചനം ഒരു 10-15 മിനിറ്റ് വചനം പറഞ്ഞു. യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം. യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ വേദന അനുഭവിച്ച് യേശുവിന്റെ തിരുമുറിവ് എനിക്ക് സൗഖ്യം എന്റെ അവകാശമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഈ 2 മണിക്ക് വേണ്ട ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഒരു 2:30 ആയപ്പോഴത്തേക്ക് എനിക്ക് ആ പുകച്ചിലും മാറി, വേദനയും മാറി. ആ വിരലൊന്നും പൊള്ളിയതുമില്ല. ഈ സമയം വരെ എനിക്ക് ആ കൈക്ക് ഞാൻ ഇങ്ങനെ സംഭവിച്ചതായിട്ട് അറിയത്തില്ല. ആമേൻ. കർത്താവെ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. പ്രേസിച്ചു പറഞ്ഞ പോലെ തന്നെ അത്രത്തോളം വേദനയായിരുന്നു, അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു. കർത്താവിന്റെ തിരുമുറിവിനാൽ ഇത് സൗഖ്യം വന്നു എന്ന് വിശ്വസിച്ചു. എന്റെ സൗഖ്യം എന്റെ അവകാശമാണെന്ന് ഏറ്റുപറഞ്ഞു. ഇപ്പൊ വേദനയില്ല, ബുദ്ധിമുട്ടുമില്ല, പൂർണ്ണ സൗഖ്യത്തെ കർത്താവ് ചെയ്തിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. അനേകർക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കുക, അനേക രോഗികളെ സൗഖ്യമാക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യം പറയുന്നുണ്ടേ. പറഞ്ഞു പക്ഷേ സാക്ഷ്യം പറയാം. പക്ഷേ കഴിഞ്ഞതിന്റെ അങ്ങേ വർഷം ആദ്യത്തെ കോട്ടയത്ത് വന്ന സമയത്തെ ഞാൻ എന്റെ മോളെയും കൊണ്ട് അവിടെ വന്നായിരുന്നു. അപ്പം പാസ്റ്റർ അതിനു മുമ്പേ ഒരു മീറ്റിങ്ങിൽ എന്നോട് പറഞ്ഞായിരുന്നു, പിന്നെ മോള് ഒരു വ്യക്തി 68 വയസ്സിലെ 68 ആണ്ടിൽ ജനിച്ച ഒരു വ്യക്തിയുടെ 3 മക്കളിലെ ഇളയ മോളെ ദൈവം തൊടുന്നു, രാജ്യത്തിന്റെ നന്മ കാണാൻ പോകുന്നൊക്കെ പാസ്റ്റർ പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞനുസരിച്ച് കുഞ്ഞ് കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് കുഞ്ഞ് ജർമ്മനിക്ക് പോകാനിടയായി. ഇപ്പൊ അവള് സുഖത്തോട് ക്ഷേമത്തോടൊക്കെ അവിടെ ചെന്നു. പിന്നെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ക്ലാസ്സൊക്കെ തുടങ്ങി. നേഴ്സിങ്ങിനാണ് പോയത്. ക്ലാസ്സൊക്കെ തുടങ്ങി. അവള് സന്തോഷത്തോടും സമാധാനത്തോടും ആയിരിക്കുന്നു. പ്രാർത്ഥിച്ച ദേവദാസനും കുടുംബത്തിനും ദൈവത്തിനും നന്ദി പറയുന്നു. ആമേൻ. ഇത് കർത്താവിന്റെ കൃപയിൽ ഒരു പ്രവചന ആലോചനയുടെ നിവൃത്തിയാണ് സിസ്റ്റർ പറഞ്ഞത്. കോട്ടയത്ത് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ കർത്താവ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കർത്താവ് വെളിപ്പെടുത്തി. ആ വ്യക്തിയുടെ കുടുംബത്തിന് മേൽ ദൈവ രാജ്യങ്ങളുടെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ, ഈ ജർമ്മനി പോകുന്നത്, അമേരിക്കയിൽ പോകുന്നതും ഒക്കെ ദൈവം അയക്കുന്നത് ഒരു അനുഗ്രഹത്തിന് വേണ്ടി. അബ്രഹാമിനെ ദൈവം കൽദേറ പട്ടണമായ ഇന്നത്തെ ഇറാഖ് ഊരിൽ നിന്നും തമ്പുരാൻ പറഞ്ഞ് ഞാൻ കാണിപ്പാണ്ടിരിക്കുന്ന ദേശത്തേക്ക് പോകുക. അപ്പൊ ദൈവം നമ്മളെ ചില ദേശങ്ങളിലേക്ക് അയക്കും. എല്ലാ പോക്കും ദൈവത്താലുള്ളതല്ല, പക്ഷെ ദൈവം അയക്കുന്നുണ്ട്. ഈ ജർമ്മനിയിൽ ദൈവം അവിടെ അയച്ചിരിക്കുന്നതാണ്. അത് കർത്താവ് മുന്നമേ പ്രവചനമായി പറഞ്ഞതാണ്. ദൈവം അവിടെ അനേകർക്കൊരു അനുഗ്രഹമാക്കും. കുടുംബത്തിനും ദേശത്തിനും മകളെ ഒരു സാക്ഷ്യമാക്കി ദൈവം മാറ്റിയത് പ്രവചന നിവൃത്തിയാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവിന്റെ നാമത്തിൽ തന്നെ കർത്താവ് ഇനിയും അനുഗ്രഹിക്കട്ടോ. കേട്ടോ, മോളോട് പറയണം, പ്രാർത്ഥിക്കുക. ജർമ്മനിയിൽ നമുക്ക് കാണാമെന്ന് പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ഒരു മിനിറ്റ്, ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്ത്. പറഞ്ഞു. മരുമകളുടെ സഹോദരനാണ് പ്രജിത്തെ. ഒരു സൗദിയിലാണുള്ളത്. അവർക്ക് ഞാൻ ഈ ആലോചന അയച്ചു കൊടുത്തവർക്ക് പറയുകയും ചെയ്യാം, പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതേപോലെ മിനിഞ്ഞാന്ന് പറഞ്ഞില്ലേ 3 സഹോദരിയും അല്ല നമ്മ ചങ്ങാതിമാര് കൂട്ടുകാരികളെ ഉണ്ടായിരുന്ന അതിൽ ഒരു വ്യക്തിയെ കാണാനില്ല പറഞ്ഞില്ലേ. ആ ഒരു വ്യക്തി മരണപ്പെട്ടു. പിന്നെ അതിലെ ഒരു രോഗിയായിട്ട് പറഞ്ഞ എന്റെ സഹോദരിയാണ്. സഹോദരിക്ക് മരുന്നില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഈ ആലോചന. ഏറ്റെടുത്ത കർത്താവ് അത് വലിയൊരു സാക്ഷ്യമാക്കി സ്വർഗം അത് മാറ്റും. അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവ് അത് മാറ്റും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഇന്ന് കാല് അത് എന്റെ ഭർത്താവിന് രക്തസംബന്ധമായിട്ട് അസുഖമുണ്ട്. RCCയിലെ പേഷ്യന്റാണ്. അപ്പൊ അതിന് മെഡിസിൻ കഴിച്ചിട്ട് ലിവറിന് കംപ്ലൈന്റ് ഉണ്ട്. അതിനോടനുബന്ധിച്ചുള്ളതാണ് ഇപ്പൊ ഈ കാലില് കാണുന്നത്. ഞാൻ ഒളിച്ചിരുന്നാണ് ഇപ്പം പറയുന്നത്, വീട്ടിലാരും കേൾക്കാതെ.
ഇനി ഭർത്താവിന് MRI സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിന്ന് കേട്ട അദ്ദേഹത്തിന്റെ ആലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും സിസ്റ്ററെ, കർത്താവ് അത് വലിയൊരു സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ. താങ്ക് യു. ഗോഡ് ബ്രദറെ, ബ്ലെസ് യു. എനിക്കൊരു സാക്ഷ്യം പറയണ്ട ബ്രദറെ. എന്റെ പറഞ്ഞു. കാലിലെ 8 കൊല്ലമായിട്ട് എന്റെ വലത്തേ കാലിന് ഭയങ്കര വേദനയാ. ഈ കാലിന്റെ മസിൽ വലിക്കാന്ന് പറഞ്ഞില്ല, അതെനിക്ക് രാത്രി പകലൊക്കെ എടുക്കാൻ പറ്റില്ല. ഭയങ്കര വേദനയാ. ഇരുന്നാലും നടന്നാലും സഹിക്കാൻ പറ്റും, കരഞ്ഞു പോകും. 8 കൊല്ലമായിട്ട് ഉണ്ടായിരുന്നതാണ് അത് ഈ പ്രാർത്ഥന കേട്ടതിന് ശേഷം ഇപ്പൊ ഞാൻ ഫെബ്രുവരിയിൽ ധ്യാനത്തിന് വന്നിരുന്നു 2 സ്ഥലത്തേക്ക്. അതിനുശേഷം ഇന്നേ വരെ വേദന വന്നിട്ടില്ല. സുഖമായി ഇത് വലിയ ഉറങ്ങാനും പറ്റുന്നുണ്ട്. ആമേൻ. പിന്നെ ഇത് വലിയൊരു മാത്രല്ല, സാക്ഷി. ഞാന് 6 പറഞ്ഞു. കൊല്ലമായിട്ട് വീടിന്റെ അകത്ത് ചെരുപ്പിട്ട് നടക്കണ വ്യക്തിയാ. ചെരുപ്പ് ഊരി വെക്കാൻ പറ്റില്ല, കാലിന്റെ അടി ഭയങ്കര, പിന്നെ അടി നടക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ അകത്ത് മാത്രമല്ല പുറത്ത് വരെ ചെരുപ്പിടാണ്ട് നടക്കണുണ്ട്. അത് ഞാൻ വലിയ സാക്ഷിയായിട്ട് പറയുന്നു. ആമേൻ. കർത്താവ് പ്രവർത്തിച്ച വലിയൊരു സാക്ഷ്യമാണ് പ്രിയസ് പറഞ്ഞത്. 8 വർഷമായിട്ട് കാലിന് വേദനയായിരുന്നു. 6 വർഷമായിട്ട് ചെരുപ്പിടാതെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമ്മുടെ നടന്ന 2 കർത്താവിന്റെ വചന ധ്യാനങ്ങളിലും പ്രിയ സിസ്റ്റർ പങ്കുചേർന്നു. ഇന്നേ വരെ ആ വേദനയില്ല. ഇത് വലിയ പ്രവൃത്തിയാണ്. എന്നാലോചിച്ച് നോക്കി, 8 വർഷമായിട്ടുണ്ടായിരുന്ന രോഗമാണ് ഒരു ട്രീറ്റ്മെന്റും കൂടാതെ യേശു സൗഖ്യമാക്കിയിരിക്കുന്നത്. ഇന്ന് കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ സാക്ഷ്യം കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ, നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഒന്ന് കൈവച്ചിട്ട് പറയണം, ഈ യേശു എനിക്ക് വേണ്ടി രോഗസൗഖ്യം അവകാശമാക്കി തന്നിരിക്കുന്നു. കർത്താവ് എന്നെ സൗഖ്യമാക്കും, എന്നെ അത്ഭുതമാക്കും. സൗഖ്യം എൻ്റെ ഈ അവകാശമാണ്. ഈ പ്രാർത്ഥിച്ച് സൗഖ്യം ലഭിച്ചവരൊന്നും പ്രാർത്ഥന പോരാളൊന്നുമല്ല. അവർ വിശ്വസിച്ചു യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ രോഗത്തെ വഹിച്ചുവെന്നും കർത്താവിന്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നുവെന്നും. അതുകൊണ്ട് ഏറ്റെടുക്കുക. നിങ്ങളും ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഞാൻ സാക്ഷ്യം സെപ്പറേറ്റ് ആണ് ഇപ്പം റെക്കോർഡിങ്ങിൽ പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ദിവസവും നടക്കുന്ന ഈ വചന ധ്യാനം സൂം പ്രയറിലാണ് നടക്കുന്നത്. ഇന്ത്യൻ സമയം 9:30. ഇപ്പം നിങ്ങൾക്ക് ലിങ്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ പ്രാർത്ഥനയിൽ പ്രവേശിക്കാൻ പറ്റും. വചനം പഠിക്കുവാനും വചനത്തിൽ വളരുവാനും കർത്താവിൻ്റെ കൃപാവരങ്ങളിൽ ജ്വലിക്കുവാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ഉപയോഗിക്കും. അനേകർക്ക് നിങ്ങളൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറയാം. സൂമിലും ലൈവിലും ഒരേപോലെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ നോക്കിയപ്പോൾ ഒത്തിരി ആയിരങ്ങൾ ഇന്ന് യൂട്യൂബിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഒരേപോലെ വചനം കണ്ടുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തവരുണ്ട്. ജോലിയിടങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ഈ ലൈവിൽ സൂമിൽ പങ്കെടുക്കാൻ കഴിയാത്തവരുണ്ട്. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എല്ലാ ദിവസവും സൂമിൽ ലൈവിൽ പങ്കെടുക്കുവാൻ പറ്റുന്നത് വലിയൊരു അനുഗ്രഹം കേട്ടോ. അത് മറന്നു പോകരുതേ. അനേകർക്ക് ഈ സ്വാതന്ത്ര്യമില്ല. അനേകർക്ക് ഇത് സ്വാതന്ത്ര്യമില്ല. അവർക്കത് ലഭിക്കുന്നില്ല. പലരും പേടിച്ചും കുടുംബത്തിൽ പറ്റാത്തവർ വരെ ഉണ്ട്. ഇന്ന് കർത്താവ് അതിന് നടുവിൽ ദൈവം നമ്മളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഭാഗ്യമാണ്, ഇതൊരു അനുഗ്രഹമാണ്. പെരയ്ക്കകത്തിരിക്കരുത്. വചനം കേട്ട് പെരയ്ക്കകത്തിരിക്കരുത്. സ്വന്തമുള്ള രോഗത്തോടെ, ഷുഗറിനോടും പ്രഷറിനോടും ക്യാൻസറിനോടും ഒക്കെ പറയണം, യേശു എനിക്ക് ആരോഗ്യം തന്നിരിക്കുന്നു. ബ്രദറെ, ഷുഗറിന്റെ മരുന്ന് കഴിക്കുന്നു, ഡോക്ടർ പറഞ്ഞു ഇനി നിർത്താൻ പറ്റത്തില്ല, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കുന്നു. ഞാൻ പറയുന്നു, ആ ഡോക്ടർ തന്നെ പറയും ഇനി മരുന്ന് വേണ്ട, അവിടെ പുതിയ അവയവം ഉണ്ടായി വന്നിരിക്കുന്നു എന്ന് പറയും. യേശു നമുക്ക് വേണ്ടി അതെപ്പോഴും കാൽവരി ക്രൂശ് ധ്യാനിക്കണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി 3 ആണിമേൽ കരഞ്ഞതും വേദനിച്ചതും ഒക്കെ ഞാൻ എല്ലാ ദിവസവും ഷുഗറും പ്രഷറും ക്യാൻസറും ട്യൂമറും ഒക്കെ ആയിട്ട് വേദനിക്കാൻ വേണ്ടിയല്ല, ഞാൻ ആരോഗ്യത്തോടെ ഇരുന്ന് ആരാധിക്കാൻ വേണ്ടിയാ. ഓടി നടന്ന് യേശുവിൻ്റെ സുവിശേഷം പറയാൻ വേണ്ടി എനിക്ക് ആരോഗ്യം തന്നിരിക്കുന്നത്. അത് വാർദ്ധക്യത്തിലായിക്കോട്ടെ, ചെറുപ്പത്തിലായിക്കോട്ടെ, എവിടെയോ ആയിക്കോട്ടെ, പറയണം, ഞാൻ ഓടിപ്പോകും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ഓഗസ്റ്റിലെ പ്രാർത്ഥനയ്ക്ക് ഒരു ചേഞ്ച് വന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് ഡിസംബറിലാണെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതി പോലെ നടക്കട്ടെ. ഡിസംബറിൽ നമുക്ക് കേരളത്തിൽ പ്രാർത്ഥന കൺഫേം അല്ല, ഒന്നും കൺഫേം അല്ല.
നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓഗസ്റ്റിൽ ഞാൻ എന്തായാലും വരുന്നില്ല, അതൊരു ചേഞ്ച് വരുത്തി. ഡിസംബറിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിൻ്റെ സമയം നടക്കട്ടെ, എങ്കിലും പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ അകത്ത് കൈത്താങ്ങ് തരുവാൻ ആഗ്രഹിക്കുന്ന, കർത്താവിൻ്റെ സുവിശേഷ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഞാൻ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പട്ടണത്തിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നമ്മൾ പ്രാർത്ഥന ക്രമീകരിക്കുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ കണ്ണൂരും ഒക്കെ നമ്മൾ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്, പലയിടങ്ങളിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ദേശങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ പ്ലാനാണ് എവിടെ ചെയ്യണമെന്നുള്ളത്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം കൂട്ടിമുട്ടിക്കും. അപ്പോൾ നേരിട്ട് നമുക്ക് കണ്ട് നമ്മുടെ കൃപാവരങ്ങളൊക്കെ ഒന്ന് ജ്വലിപ്പിച്ച് അനേകർക്കൊരു അനുഗ്രഹമായി, നമുക്ക് വ്യക്തിപരമായ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പറ്റുന്ന അവസരങ്ങളാണ്. പാഴാക്കരുത്. ഇന്നു മുതൽ പ്രാർത്ഥിക്കുക. വലിയ പ്രവർത്തികളാൽ കർത്താവ് ചെയ്യുവാൻ ഇടയായിത്തീരും. കർത്താവിൻ്റെ വേലയിൽ വിതച്ച മക്കളെ ഞാനൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ വേലയിൽ വിതച്ചവരെ അനുഗ്രഹിക്കുന്നു. മുന്നോട്ടും അവരെല്ലാം എനിക്കറിയാം മുടങ്ങാതെ കർത്താവിൻ്റെ ഈ സുവിശേഷ വളർച്ചയ്ക്ക് കർത്താവ്, ഞാൻ വീണ്ടും പറയുന്നു, ഇത് ബ്രദർ എടുക്കാൻ വേണ്ടിയോ ഇത് വേറൊന്നിനുമല്ല. നിങ്ങളുടെ മനസ്സിൽ ദൈവസന്നിധിയിലാണ് ഞാൻ കൊടുക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ പോലും വരരുത്, ബ്രദറെ ഞാൻ ഇന്നത് കൊടുത്തു, ബ്രദറിൻ്റെ എൻ്റെ ഒരു കണക്കുമില്ല, ഞാനൊരു കണക്കും വെക്കത്തുമില്ല. കർത്താവിൻ്റെ വയലിൽ വിതയ്ക്കുകയാണ്. സുവിശേഷത്തിന് വേണ്ടി ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പോലെ, ദിനവൃത്താന്തം പറയുന്ന പോലെ, ഞാൻ കർത്താവിങ്കിൽ നിന്ന് വാങ്ങി അങ്ങേക്ക് തരുന്നതേ ഉള്ളൂ. എന്തിനു വേണ്ടി എന്നറിയാവോ? സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുന്നു. അത് കർത്താവാണ്, കർത്താവിൻ്റെ നാമത്തിലാണ്. ഓരോന്നിനും ദൈവസന്നിധിയിൽ അതിന് കണക്കുണ്ട്. വിതയ്ക്കുന്നവൻ കൊയ്യും, നന്മ കൊണ്ട് നിറയ്ക്കും, സമൃദ്ധമായിട്ട് ദൈവം നടക്കും. നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ദൈവം വർധനവിനെ കൊണ്ടുവരും. കർത്താവ് നിങ്ങളെ സമാധാനത്തിലും ഉയർച്ചയിലും നടത്തും. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ സാക്ഷ്യങ്ങൾ ഈ പ്രെയർ ലൈനിൽ സാക്ഷ്യം നേരിട്ട് തന്നെ പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് നമുക്ക് ആ ഒരു ഫ്രഷ് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കുന്നതാണ് വലിയ സന്തോഷം. എങ്കിലും ഈ സ്വാതന്ത്ര്യമില്ലാത്തവരും, മിസ്സായി പോയവരും, മ്യൂട്ട് മാറ്റാൻ പറ്റാത്തവരും, അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളവർക്കോ യൂട്യൂബിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പറയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രെയർ ലൈൻ നമ്പറുകളിലേക്ക് അയക്കാം. നിങ്ങൾ പറയുന്ന സ്ഥലവും പേരും കൂടെ ഒന്ന് അയക്കണം. ആളെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. നമ്മൾ അടുത്ത പ്രാവശ്യം നേരിൽ കാണുമ്പോൾ നേരിൽ വന്ന് ഞാൻ യേശുവിൻ്റെ സാക്ഷ്യം പറയും എന്ന ഒരു തീരുമാനം എടുത്തേക്കണം. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ